ഞാൻ സത്യമായിട്ടും അങ്ങനെ ചിരിക്കാൻ വേണ്ടി ചിരിക്കുന്നല്ലോ കേട്ടോ. എപ്പോഴും ഈ 24/7 എൻ്റെ ഒരു എക്സ്പ്രഷൻ ആണ്. എന്തുകൊണ്ടാണ് ചേച്ചി റീൽസിന് ഇങ്ങനെ ആളുകൾ അഡിക്റ്റ് ആവുന്നത്? ആവുന്നതല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മളെ കൊണ്ട് അങ്ങനെ ആക്കുന്നതാണ്. ഒരു അഡിക്ഷനാണ്, ഹ്യൂജ് അഡിക്ഷൻ. അതെ അതെ. അത് പതിയെ അല്ലെങ്കിൽ ഇത് തന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറുതിലെ തന്നെ ഇങ്ങനെ വയലൻസിലേക്ക് പോകുന്ന എന്തുകൊണ്ടായിരിക്കും? ഫസ്റ്റ് നമ്മുടെ ഇതിലോട്ട് പോകുന്നത് കഞ്ചാവാണ്, കഞ്ചാവാണ്. എനിക്ക് എന്റെ മുമ്പിൽ ഒരു കേസ് വന്നിരുന്നു കേട്ടോ. കുട്ടി എന്റെ അടുത്ത് ഈ എടി 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 എന്ന് വിളിച്ചു സംസാരിക്കുന്നത്. എനിക്കത് ഭയങ്കര, ഫ്രണ്ട്സിനെ വിളിച്ചോ അല്ലെങ്കിൽ ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളെ വിളിച്ചോ, പക്ഷെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരാളോട് എങ്ങനെ പെരുമാറണം. ഇപ്പൊ ഈ പറയുന്ന ബാക്കിയുള്ള വ്ളോഗേഴ്സ് അവരുടെ ഒരു സ്റ്റൈല്, എനിക്ക് എൻ്റെ ഒരു സ്റ്റൈല്. എനിക്ക് ഉറപ്പാണ് എൻ്റെ ഭർത്താവ് അതാണ്. പക്ഷെ അത്രയും നമുക്കിത് എല്ലായിടത്തും അവൈലബിൾ അല്ല. അതൊരു വലിയ കാര്യമാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമ്മുടെയൊക്കെ തിരക്കുള്ള ലൈഫിൽ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാനും ഓപ്പണായിട്ട് സംസാരിക്കാനും ഒക്കെ കൂടെ ഒരാൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ആളുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. അങ്ങനെ നമ്മളെ കേൾക്കാനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കണ്ടെത്താനും സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരാളാണ് ലക്ഷ്മി ചേച്ചി. നമസ്കാരം. ഓക്കെ, ഞാൻ ഡെസിഗ്നേഷൻ പറയാത്തതിൻ്റെ കാരണം ചേച്ചിക്ക് തന്നെ അറിയാം. കൗൺസിലർ ആണെന്നറിയാം, പേരൻറ്റ് കോച്ചാണെന്നറിയാം. അപ്പം ഇതിൻ്റെ ഇടയിൽ ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാൻ തിരുത്തുണ്ടായി. അപ്പോൾ എനിക്ക് ആദ്യം അറിയേണ്ടത് ആരൊപ്പമാണ് ഈ ഡോക്ടർ കൂട്ടി വിളിക്കുക? ഈ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാർ ഡോക്ടേഴ്സ് അല്ലേ? ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ സാധാരണ ഈ മെൻ്റൽ ഹെൽത്ത് കെയറിൽ തന്നെ ഒരു 3-4 കാറ്റഗറീസ് ഉണ്ട്. കൗൺസിലേഴ്സ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, സൈക്കാട്രിസ്റ്റ് ഉണ്ട്. മെയിനായിട്ട് 3. അപ്പം ഇത് ഇപ്പം എന്നു വെച്ചാൽ ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിസ്റ്റൻ്റ് ആയോ അല്ലെങ്കിൽ അല്ലാതെയോ റെഗുലറായിട്ടോ ഡിസ്റ്റൻ്റ് ആയിട്ടോ ഇപ്പം ഈ സൈക്കോളജി എടുക്കുമോ അല്ലെങ്കിൽ ഫാമിലി തെറപ്പി എടുക്കുമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ടോക്ക് തെറപ്പിസ്റ്റിലൂടെ, ബിഹേവിയർ തെറപ്പിസ്റ്റിലൂടെ ആൾക്കാരുടെ അടുത്തേക്ക് ഡീൽ ചെയ്യുന്നതാണ് കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റ്. അതിൻ്റെ ഒരു ഇച്ചിരി കൂടെ ഒരു ഹെവി മുമ്പിലത്തെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് വരെ അങ്ങനെ വരും. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആകുമ്പോൾ അവർക്ക് എംഫിൽ ഉണ്ടായിരിക്കും. അവർക്ക് ഈ പറഞ്ഞതുപോലെ ക്ലിനിക്കൽ അസസ്മെൻറ്റ്സ്, എല്ലാ തരത്തിലുള്ള ഒരു ക്ലയൻറ്റിൻ്റെ അസസ്മെൻറ്റ്സ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതിനും മുകളിലാണ് സൈക്കാട്രിസ്റ്റ്, വെബൈ ദി പ്രിസ്ക്രൈബ് മെഡിസിൻസ്. അത് ഇപ്പോൾ MBBS കഴിഞ്ഞ് സൈക്കാട്രിയിൽ സ്പെഷ്യലൈസ് ചെയ്ത് അങ്ങനെ പോണത്. അപ്പം സാധാരണ ഇപ്പം ആൾക്കാർ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ എന്ത് വിളിച്ചിട്ടാണ് കൗൺസിലർ എന്ന് വിളിക്കണം, സൈക്കോളജിസ്റ്റ്. ഇപ്പോൾ എന്നെ ഞാൻ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് എന്ന് പറയാം അല്ലെങ്കിൽ കൗൺസിലർ എന്ന് പറയാം. കാര്യം ഞാനിപ്പോൾ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് PG എടുത്തിട്ട് പിന്നെ നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഫെലോഷിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന ആൾക്കാരാണ് കൗൺസിലേഴ്സോ സൈക്കോളജിസ്റ്റോ ആവുന്നത്. അപ്പോൾ എൻ്റെ ടീമിൽ എല്ലാ ടീം മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. സൈക്കാട്രിസ്റ്റും ഉണ്ട്, സൈക്കോളജിസ്റ്റും ഉണ്ട്, സെക്സ് തെറപ്പിസ്റ്റും ഉണ്ട്, ഫാമിലി തെറപ്പിസ്റ്റും ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 10-14 കാറ്റഗറീസോളം എൻ്റെ കൗൺസിലിംഗ് സെൻറ്ററിൽ ടീമിലുണ്ട്. അപ്പോൾ ഒരാൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഏത് കാറ്റഗറിയിലോട്ടാണോ വിടേണ്ടത് അത് നോക്കി വിടുക. ഓക്കെ, ഞാൻ ഇടപെട്ടതിൽ കൗൺസിലർ അല്ലെങ്കിൽ ഡോക്ടർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വലിയ എന്തോ ഭയങ്കര റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കേണ്ട എന്നുള്ള ആൾക്കാരെന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരാളിലേക്ക് എത്തുമ്പോൾ ഭയങ്കര പേടി തോന്നിക്കില്ലേ? ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ വെക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല മാറ്റർ. ഡോക്ടർ എന്ന് പറയുമ്പോൾ എന്തോ ഒരു പേടിയാണോ ബഹുമാനമാണോ എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ചേച്ചിയിൽ അങ്ങനെ ഒരു സാധനം തോന്നില്ല. റെസ്പെക്ട് ഉണ്ടേയില്ല എന്നല്ല, പിന്നെ ഒരു എന്താ ടെൻഷൻ എനിക്ക് ഫീൽ ചെയ്തില്ല. എങ്ങനെ അങ്ങനെ ആളുകളെ ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ സത്യമായിട്ടും അങ്ങനെ ചിരിക്കാൻ വേണ്ടി ചിരിക്കുന്നല്ലോ കേട്ടോ. എപ്പോഴും ഈ 24/7 എൻ്റെ ഒരു എക്സ്പ്രഷൻ ആണത്. പക്ഷെ അത് എന്തോ ഗോഡ്സ് ഗ്രേസ്, അതെനിക്കൊരു ബ്ലെസ്സിങ് ആയി കിട്ടിയത് കൊണ്ട് വരുന്ന ആൾക്കാർക്ക് സാധാരണ അവരൊരു തേർഡ് പേഴ്സൺ ഇന്ന് വരെ ഫീൽ ചെയ്തിട്ടില്ല. വീട്ടിലെന്തോ ഒരാളെന്നുള്ളൊരു രീതിയിലാണ് ഈശ്വരൻ്റെ അനുഗ്രഹം അങ്ങനെ തോന്നുന്നത്. ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ ദൈവമായിട്ട് അതൊരു പക്ഷെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് സംസാരിക്കാനും അവരുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാൻ എപ്പോഴും ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ. അത് സാധാരണ എൻ്റെ മുമ്പിൽ വരുന്ന ആൾക്കാരോട് അങ്ങനെ അവർക്ക് ഇതുവരെ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാൻ ചേച്ചിയുടെ വീഡിയോസ്
എല്ലാം ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. ഇനി ചോദിക്കാൻ പോണത് എൻ്റെ ഡൗട്ടുകളും എൻ്റെ ചുറ്റുമുള്ള നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ മാത്രമാണ് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എനിക്ക് ഭയങ്കര ആധികാരികമായിട്ട് ചോദിക്കാനോ പറയാനോ എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ അറിയില്ല. അതാണ് സത്യം. ചേച്ചി, നമുക്കിപ്പം മൊബൈലാണ്, റീൽസാണ് എല്ലാത്തിൻ്റെയും കാരണം എന്നുള്ളതാണ് അവസ്ഥ. ഒരു നേരം പോലും സ്ക്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. എന്തുകൊണ്ടാണ് ചേച്ചി റീൽസിന് ഇങ്ങനെ ആളുകൾ അഡിക്റ്റ് ആവുന്നത്? റീൽസിന് അഡിക്റ്റ് ആവുന്നതല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മളെ കൊണ്ട് അങ്ങനെ ആക്കുന്നതാണ്. ബിക്കോസ് എല്ലാം ഇപ്പോൾ ഫാസ്റ്റ് അല്ലേ. ഇപ്പം നമുക്കിപ്പോൾ ഇപ്പം ഞാനിവിടെ വന്ന ഊബർ പോലും അതൊരു 5 മിനിറ്റ്സിന്റെ മുകളിൽ അങ്ങോട്ട് വന്നാൽ തന്നെ നമുക്ക് ടെൻഷനാണ് അല്ലേ. എല്ലാം ഫാസ്റ്റാണ്, കയ്യിൽ കിട്ടുന്ന എല്ലാം ഫാസ്റ്റ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കാണുന്ന റീൽസ് ആണെങ്കിലും കാണുന്ന വീഡിയോസ് ആണെങ്കിലും എല്ലാം വി ആർ ലൈക്ക് സോ മച്ച് ട്യൂൺ ടു ഫാസ്റ്റ്നെസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മൂവി പോലും പേഷ്യൻ്റ് ആയിട്ടിരുന്ന് ഒരു 2.5 hours ഇരുന്ന് കാണുന്ന പണ്ട് എന്താ നമുക്ക് DD1 അപ്പോൾ ഞാൻ ഈ ഇപ്പോഴത്തെ ആൾക്കാർ പറഞ്ഞ പോലെ 90s കിഡാണ്. അപ്പം അന്നത്തെ ആ ഒരു ചാനൽസും വീഡിയോസും ഒക്കെ നമുക്ക് വി ഡോണ്ട് ഹാവ് എത്ര ഓപ്ഷൻ അല്ലേ. അപ്പം നമ്മളവിടെ ഇരുന്ന് അത് സമാധാനമായിട്ടിരുന്ന് കാണും. പേഷ്യൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഫാമിലിന്നേ വരുന്ന ഒരു ഇതായിരുന്നു. ഇപ്പോഴെന്ന് പറയുമ്പോൾ എല്ലാം ഫാസ്റ്റാണ്, നമ്മളും ഫാസ്റ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ റീൽസിൽ ഒരു പരിധി വരെ ഇതാവുന്നത്. കോവിഡിന്റെ ഒരു വലിയൊരു ഘടകമാണ്. കോവിഡിന് ശേഷമാണ് ഇത്രയധികം ബൂമായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത്രയധികം ഒരു പബ്ലിക്കിലേക്ക് വന്നത് കോവിഡിന്റെ ടൈമിലാണ്. അപ്പം ഈ ഒരു റീൽസ് നമ്മളിങ്ങനെ കണ്ട് വരുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ബ്രെയിൻ ഫോഗിങ്ങിന് കാരണമാണ്. ബ്രെയിൻ ഫോഗിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് ഒരു കാര്യം ഒരു തവണ ഒരു സമയത്ത് ചെയ്യണം, അടുത്ത കാര്യം അടുത്ത തവണ ഇങ്ങനെ അറ്റ്യൂൺഡ് ആയിട്ട് ഉള്ള ഒരു രീതിയിലാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മളപ്പം എന്താ ചെയ്യണം? നമ്മളിപ്പോൾ ഒരു റീല് കാണും, ടിക് ടിക് ടക് അടുത്തത് പോകുന്നു, ടിക് ടിക് ടക് അടുത്തത് പോകുന്നു. അപ്പം ഓട്ടോമാറ്റിക്കലി ഫോക്കസ് കുറവ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം, സിമിക്ക് വേണം. ഇപ്പോൾ സിമി ഇപ്പോൾ പറയണം, ഓക്കെ ഞാനാണെങ്കിൽ ഇന്നൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി, ഞാൻ ഇന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പം ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങും. പക്ഷെ ആ കാര്യം ചെയ്ത് തുടങ്ങുന്നതിൻ്റെ ആ സെക്കൻഡ് നമ്മൾ അടുത്തയിലോട്ട് പോകും. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ പോട്ടെ ഒന്നുമല്ല ഒരു വെള്ളമെങ്കിലും കുടിക്കാൻ പോകും. അതിങ്ങോട്ട് വന്നു കഴിഞ്ഞു വീണ്ടും ഞാൻ ഇതല്ലല്ലോ ചെയ്യാൻ പോയി, ഞാൻ അടുത്ത ചെയ്തു. അതിലേക്ക് പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അടുത്തേക്ക് പോകും. ഇങ്ങനെ പോകുന്നത്. അപ്പം എങ്ങനെയാണോ നമ്മളൊരു മൊബൈൽ സ്ക്രോൾ ചെയ്യുന്നത് അതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ ശീലങ്ങളും ഇപ്പോൾ മാറിയേക്കണം. ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് വി കോൾ ബ്രെയിൻ ഫോഗ്. അപ്പം അത് നമ്മളായിട്ട് തന്നെ ഡെലിബറേറ്റ് ആയിട്ട് ഒരു പ്രീ പ്ലാൻഡ് ആക്ടിവിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഈ സ്ക്രീൻ കുറേ നേരം മാറ്റം നമ്മൾ ഈ ഒരു അഡിക്ഷനാണ്. ഇറ്റ്സ് എ ഹ്യൂജ് അഡിക്ഷൻ. അത് പതിയെ അല്ലെങ്കിൽ ഇതിപ്പോൾ എന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് എത്ര ഭയങ്കരമായിട്ട് നമ്മളൊരു ഡിസിഷൻ എടുത്ത് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റൂല. നമ്മുടെ എല്ലാ കാര്യങ്ങളും പുറകോട്ടാവും, പ്രോക്രാസ്റ്റിനേഷൻ കൂടും. വേണമെന്ന് വിചാരിക്കും, പക്ഷെ നടക്കൂല. ചില സമയം റീൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ വേറെ ഏതോ ലോകത്ത് നിന്ന് പുറത്തേക്ക് വന്ന പോലത്തെ ഒരു അവസ്ഥ. അതായത് പൂർണ്ണമായിട്ട് നമ്മൾ ഉള്ളിലേക്കായി പോകും റീൽസ്. സത്യം ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അതുമില്ല. നമ്മൾ അതിൽ നിന്നൊന്നും പല ആൾക്കാരും എന്നോട് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്, പക്ഷെ എന്താ ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തതെന്ന്. അതെന്താ അറിയോ? നമ്മളിപ്പം ഞാൻ എന്നെ പോലെ ഒരുപാട് പേരുടെ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്. കണ്ടു കഴിഞ്ഞ് അടുത്ത സെക്കൻഡ് നിങ്ങൾ അടുത്ത കാണുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്തത് കാണുക, അത് കഴിഞ്ഞ് അടുത്തത് കാണുക. സോ അവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇതില്ല. പകരം നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തു, അതൊന്ന് പോസ് ചെയ്തു, നമ്മൾ അതിനെപ്പറ്റി എഴുതി വെച്ചു, മൊബൈൽ മാറ്റി വെച്ചു, അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാര്യത്തിലേക്ക് പോയാൽ ഓക്കെ. പക്ഷെ അങ്ങനല്ലല്ലോ. അതെ, ഇങ്ങനെ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട്. ഒരു പക്ഷേ എന്നാലും മോട്ടിവേഷൻ വീഡിയോസ് ഇഷ്ടം പോലെ ഓൺലൈനിൽ കിട്ടുന്നുണ്ട് ഒരുപാട്. ഒരു പക്ഷേ ഇപ്പം പേളി മാണി, ഡോക്ടർ മാണി പോൾ ഒക്കെ നമ്മൾ എക്സാമ്പിളായിട്ട് ഞാൻ അവരെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം ചേച്ചി സംസാരിക്കുന്നതും പേളി സംസാരിക്കുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ കണ്ടന്റ് ഒരു കണ്ടന്റ് ആയിരിക്കും. ഒരു പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഓഡിയൻസ് ഇതിന്ന് സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോകാൻ? അല്ല, ആ മോട്ടിവേഷൻ എന്ത് പ്രത്യേകതയുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് വേറൊരു വീഡിയോയിലേക്ക് പോകാൻ, പക്ഷെ പറയുന്ന കാര്യങ്ങൾ കണ്ടന്റ് ഒന്ന് തന്നെയാണ്. ഞാനൊരു കാര്യം പറയാം. ഞാനാണെങ്കിൽ എൻ്റെ കരിയർ തുടങ്ങിയത് ഒരു റേഡിയോ സ്റ്റേഷനിലാണ്. അപ്പം ഞാൻ ഫസ്റ്റ്, അതായത് ഡിഗ്രി കഴിഞ്ഞ് അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വോയിസ് മോഡുലേഷൻ്റെ കാര്യത്തിലും സംസാരിക്കുമ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾക്ക് ബോംബെയിൽ നിന്നൊരു ട്രെയിനർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നമ്മളോട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. രവി അയ്യർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം പറയും, നിങ്ങളുടെ മുമ്പിൽ 40 സെക്കൻഡേ ഉള്ളൂ, നിങ്ങളുടെ കയ്യിലൊരു കണ്ടന്റ് ഉണ്ട്. ഈ ഇരിക്കുന്ന ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരായിരിക്കാം. ഇവർ നിങ്ങളുടെ ടോക്ക് ഇംപ്രസീവ് അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കാൻ ഒരു ഇതില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡിൽ അവർ അടുത്തതിലോട്ട് ട്യൂൺ ചെയ്യും. അത് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഒരു കണ്ടന്റിന്റെ ഏറ്റവും
ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം എടുത്ത് അത് എത്രയും നന്നായിട്ട് എങ്ങനെ നിങ്ങൾക്ക് അത് പ്രസന്റ് ചെയ്യാൻ പറ്റും അത് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. സോ ഇറ്റ്സ് നോട്ട് ആക്ച്വലി അബൌട്ട് ദ കണ്ടന്റ്. ഇപ്പൊ എത്രയോ മൂവീസിൽ നമ്മൾ നോക്കുമ്പം ആ മൂവീസിന്റെ ഒരു ചെറിയൊരു വൺ ലൈൻ ആയിരിക്കും, പക്ഷെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അവരത് പോർട്രേ ചെയ്യുന്നത്. അപ്പൊ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ മേക്കിംഗ്. അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു സംസാരത്തിന്റെയും കാര്യം. ഇപ്പൊ ഈ പറയുന്ന ബാക്കിയുള്ള വ്ളോഗേഴ്സിന് അവരുടെ ഒരു സ്റ്റൈല്, എനിക്ക് എൻ്റെ ഒരു സ്റ്റൈല്. അതെ, ആൾക്കാർ പ്രസന്റ് ചെയ്യുന്ന രീതി. തീർച്ചയായിട്ടും പ്രസന്റ് ചെയ്യുന്നത് വോയിസ് മോഡുലേഷൻ. ഇപ്പൊ ഒരേ കാര്യം നമ്മളിപ്പോ ഒരു ബുക്കിൽ വായിക്കുന്ന പോലെ പറയാം. അതിപ്പോ ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, കണ്ണടച്ചിട്ട് കേൾക്കാൻ എന്താ രസം അല്ലേ? അപ്പൊ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ വേ യു പ്രസന്റ് ഇറ്റ്. എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഇപ്പം കുട്ടികളുടെ കാലമാണ്, കുട്ടികളുടെ ലോകമാണെന്നൊക്കെ പറയും. ഒപ്പം തന്നെ നമ്മൾ കുട്ടികളെ പേടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലായിരുന്നു, ഒരു അധ്യാപകനെ വിരട്ടുന്ന കുട്ടി താൻ പുറത്തേക്ക് വരൂ കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ. എന്തുകൊണ്ടായിരിക്കും കുട്ടികൾ ഇങ്ങനെ വയലൻസ്, ചെറുതിലെ തന്നെ ഇങ്ങനെ വയലൻസിലേക്ക് പോകുന്ന എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഒരു കുട്ടി വയലൻ്റ് ആവുന്നെങ്കിൽ അത് ആ കുട്ടി പേർപ്പസ്ഫുള്ളി ഞാൻ വയലൻ്റ് ആവണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല, ഒരു കുഞ്ഞുങ്ങളുമല്ല. കുട്ടിയുടെ ഒരു സിറ്റുവേഷൻ, കുട്ടി ഇടപെടുന്ന ആ ഒരു എൻവയൺമെൻറ്റ്, കുട്ടി റോൾ മോഡൽ ചെയ്യുന്ന കുറേ ആൾക്കാർ, കുട്ടി പോലും ഓർക്കാത്ത കുട്ടിയുടെ, അതായത് കുട്ടി പോലും അവെയർ അല്ലാത്ത കുട്ടിയുടെ ഒരുപാട് ബിഹേവിയറൽ വേരിയേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ODD കണ്ടീഷനിലുള്ള, ADHD കണ്ടീഷനിലുള്ള ഉള്ള കുട്ടികൾക്ക് അറ്റൻഷൻ സീക്കിംഗ് നേച്ചർ ഇവർക്ക് ഭയങ്കര കൂടുതലാണ്. അതിപ്പോൾ ഒരു പക്ഷേ പുറത്തുള്ള ഒരാൾ അത് മനസ്സിലാക്കുന്നില്ല, ഇപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാത്തതാണെങ്കിൽ, എല്ലാം നമുക്കിപ്പോൾ ഡ്രഗിൻ്റെ പുറത്ത് മാത്രം നമുക്ക് ഇത് ഇപ്പൊ എന്തൊരു കാര്യം ഒരു കുട്ടി വയലന്റ് ആയാലും ഫസ്റ്റ് നമ്മുടെ ഇതിലോട്ട് പോകുന്നതോ ഡ്രഗാണ്, കഞ്ചാവാണ്. എനിക്ക് എന്റെ മുമ്പിൽ ഒരു കേസ് വന്നിരുന്നു കേട്ടോ, കണ്ട പക്ക ഒരു ഹിപ്പി ലുക്ക് ഇങ്ങനെ. പക്ഷെ ഈ പറഞ്ഞതുപോലെ സംസാരിച്ച് വന്നപ്പോഴും പാവം കുട്ടിയാണ് എന്ന് പറഞ്ഞതുപോലെ പുള്ളിയുടെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ ചെയ്യുന്നു, പുള്ളി അങ്ങനെ ചെയ്യുന്നു, ഇതൊന്നുമില്ല. അപ്പൊ നമ്മളെല്ലാം ഇപ്പൊ ഈ പറയുന്നത് പോലെ കാണുന്നതെല്ലാം ഇങ്ങനെയാണെന്ന് നമുക്ക് അസ്യൂം ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ സമൂഹം ആക്കുവാണ്. ഇപ്പൊ പോലീസ് ആദ്യം കണ്ടാലും MDMA ആണോ എന്ന് ചോദിക്കും. അല്ല, പക്ഷെ അത്രയും നമുക്കിത് എല്ലായിടത്തും അവൈലബിൾ അല്ലേടാ, അതൊരു വലിയ കാര്യമാണ്. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ഏറ്റവും അധികം കേസസ് അങ്ങനെ വരുന്നുണ്ട്, സബ്സ്റ്റൻസ് അബ്യൂസും ഡ്രഗ് അബ്യൂസും ഉള്ള കുട്ടികളാണ് ഒരുപാട് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് 100% നമ്മൾ ഈ കാണുന്ന കേസസ് എല്ലാം അതാവണം എന്നില്ല. ഫാമിലി സിറ്റുവേഷൻസ് ആകാം. അപ്പോൾ ഇമോഷണലി ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഈ കുട്ടി കാണുന്നതും ഈ കുട്ടി പ്രവർത്തിക്കുന്നതും എല്ലാം അതിന്റെ ബേസിസിലും ആകാം. ഞാൻ പറയുന്നത് അത് എന്താണ്, ഇപ്പൊ അദ്ദേഹത്തിനോട് ഇത്രയും ചെയ്തു, ഇനി ഇതൊന്നുമല്ല, പല ഫാക്ടേഴ്സ് ആണ്. ഇത് പലതിൽ ഒന്ന് മേ ബി ഇറ്റ് ക്യാൻ ഓൾസോ ബി ദ വീഡിയോ ഹി വാച്ചസ്. വയലന്റ് ആയിട്ടുള്ള ഇപ്പം ഒരുപാട് ഈ ഇതിനെ ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ളതല്ലേ. അപ്പം നമുക്കിതിന് കൃത്യമായിട്ട് ആ കുട്ടിയെ നമ്മളൊന്ന് കണ്ടു കിട്ടി, കുട്ടിയുടെ അടുത്ത് നിന്ന് സംസാരിച്ച് എന്തിലൂടെയാണ് അവൻ കടന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ മേ ബി ഐ കെൻ ഗിവ് യു ദി എക്സാക്ട് കോസ്. പക്ഷെ ഇതൊക്കെ കുറെ കാരണങ്ങളാണ്, ഒരെണ്ണം മാത്രമല്ല, പല കാരണങ്ങളാകാം. ഓക്കെ, ഇപ്പം പലരും പറയും വീട്ടിലെ പഠിത്തമാണ്, അപ്പനും അമ്മയും അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഈ പറയുന്ന കുട്ടിയുടെ അപ്പനും അമ്മയും പാവങ്ങളായിരിക്കും. അതെ, ആയിരിക്കാതിരിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛനും അമ്മയും പാവമായിരിക്കാം. അവൻ ഏറ്റവും അധികം ഇടപെടുന്ന, ഇപ്പം ഒരു 7 വയസ്സുള്ള ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് കോട്ടയം സൈഡിൽ നിന്ന് വന്നിരുന്നു. കുട്ടി എൻ്റെ അടുത്ത് ഈ എടി എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എനിക്കത് ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നി. അപ്പം നമ്മളത് കുഞ്ഞല്ലേ, ഇപ്പം എൻ്റെ മോൻ്റെ ഏകദേശം ചെറിയ കുഞ്ഞിൻ്റെ പ്രായമുള്ളൂ. എന്നാൽ ഞാൻ വളരെ കാമായിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അപ്പം അമ്മ ഭയങ്കര അഭിമാനത്തോടു കൂടി പറയുകയാണ്, അവനെല്ലാം അവൻ്റെ അപ്പൂപ്പനാണ്, അപ്പൂപ്പന് എല്ലാരെയും ഇങ്ങനെ വിളിച്ചിട്ടുള്ളൊരു ശീലമുണ്ട്. അപ്പൊ കുഞ്ഞിനെ എടിയെന്ന് വിളിക്കുന്നത് ശരിയാണോ തെറ്റാണോ പാവനൊന്നും അറിയത്തില്ല, കൊച്ചു കുഞ്ഞല്ലേ. അപ്പം അവൻ എന്താണോ കേൾക്കുന്നത് സ്പോഞ്ച് പോലെ അവൻ വലിച്ചെടുത്തിട്ട് അതാണോ അവൻ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും പ്രായത്തിലേ അവൻ ഇങ്ങനെ വന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു വായുന്നത് പോവില്ല. ദിസ് ഇസ് ഇറ്റ്. ഫ്രണ്ട്സിനെ വിളിച്ചോ അല്ലെങ്കിൽ ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളെ വിളിച്ചോ, പക്ഷെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരാളോട് എങ്ങനെ പെരുമാറണം, എന്ത് ചെയ്യണം എന്നുള്ളത് വീട്ടുകാർ തന്നെയല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലേ? ഒരു പരിധി വരെ. നമ്മളെപ്പോഴും സ്ത്രീകളുടെ മെന്റൽ ഹെൽത്ത്, ശാരീരിക ഹെൽത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്, കൂടുതലും അതാണ് സംസാരിക്കുന്നത്. പക്ഷെ ആണുങ്ങൾക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ലേ? അവർക്കും മെന്റൽ ഹെൽത്ത് ഉണ്ട്, അവർക്കും ട്രോമാസ് ഉണ്ടാവും, മെന്റൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. എന്തുകൊണ്ടായിരിക്കും ആണുങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ പറ്റി അധികം ആരും ചർച്ച ചെയ്യാത്തത്? ഞാൻ പറഞ്ഞുതരാം. ആണുങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ പറ്റി ചർച്ച ചെയ്യാത്തൊരു കാര്യം, അവർക്ക് വെളിയിൽ വന്ന അവർ ഔട്ട്സ്പോക്കൺ അല്ല. സിമി, ഇപ്പൊ തന്നെ ഞാൻ കഴിഞ്ഞ മാസം ലേഡീസിന്, സ്ത്രീകൾക്കായിട്ട്, ഹൗസ് വൈഫ്സിനായിട്ട്, ഹൗസ് വൈഫ്സ് ഹോം മേക്കേഴ്സ് മാത്രമല്ല എല്ലാവർക്കുമായിട്ട്, അതായത് ഒരു 30 yearsന് മേലുള്ള പാരൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു സെഷൻ വെച്ചു. കോൾ അങ്ങോട്ട് ചെന്നു, സ്റ്റോറി ഇട്ട ഉടനെ തന്നെ തുരുതുരാന്ന് എനിക്ക് മെസ്സേജ് തന്നു.
ഇപ്പൊ ഇതാ ഞാൻ എക്സ്ക്ലൂസീവ്ലി ഫോർ മെൻ എന്ന് പറഞ്ഞിട്ടുള്ള അതേ സമയത്ത് ഞാൻ ഒരെണ്ണം ഇട്ടു. വിരലിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ആക്കിയുള്ളൂ. ഇതെന്താന്ന് വെച്ചാൽ ഈവൻ ഇഫ് ദേ ഹാവ് എ പ്രോബ്ലം ഇൻ സൈഡ്, അവര് ഇപ്പം അവരുടെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, അത് അവരെ കൊണ്ടൊന്ന് പുറത്ത് പറയാൻ അവരത് സമ്മതിക്കില്ല. ഈഗോ എന്ന് പറയാൻ പറ്റില്ല, അവരത് വേണ്ട, അവർക്കത് അവരുടെ കാര്യങ്ങൾ അവർ എന്നാൽ കറക്റ്റായിട്ടുള്ള ഒരാൾ അവർക്കുണ്ടെങ്കിൽ അവരത് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. അവർ ഒരുപാട് ആ കംഫർട്ട് അവർ നോക്കുന്നതാണ്, അവർ റെസ്പെക്റ്റ് നോക്കുന്നതാണ്, അവരുടെ ഇമേജിന് കോട്ടം തട്ടാത്ത രീതിയിൽ. അതാണ് സാധാരണ നമ്മൾ ആണുങ്ങളിൽ കണ്ടുവരുന്നത്. വിമൻ ക്രേവ് ഫോർ ലവ് ആൻഡ് മെൻ ക്രേവ് ഫോർ റെസ്പെക്ട് എന്ന് പറയും. അവർക്ക് ഏറ്റവും വലുത് അവരുടെ റെസ്പെക്റ്റ് ആണ്, നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ സ്ഥാനം അല്ലേ, അതാണ്, അതിനാണ് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. തുറന്നു പറഞ്ഞാൽ നാണക്കേടാണ് എന്നുള്ളതാണ്. നാണക്കേടല്ല, ഒരിക്കലും. എത്രയോ പേര് നമ്മളുടെ അടുത്ത് ഇപ്പം വൈഫ് നല്ലതായിട്ട് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുകയോ നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് വരികയോ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇപ്പം ഭാര്യമാർ വന്നിട്ട് ഇങ്ങനെ ഇന്ന കാര്യമാണ് എന്ന് പറയുമ്പോൾ അവർ ഹെൽപ്ലെസ് ആയിട്ട് മാറുന്ന, ഇപ്പം റൂമിനുള്ളിൽ അവർക്ക് എത്ര അവർ വിചാരിച്ചാലും, ഈവൻ സത്യം പറഞ്ഞാൽ ഒരു വൈഫിനെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത കേസസ്, അല്ലെങ്കിൽ തനിക്ക് എന്തോ പ്രശ്നമുണ്ട് പക്ഷെ അത് എന്താണെന്ന് അറിയാൻ പറ്റും, ഇങ്ങനെയൊക്കെ വരുന്ന കേസസ് ഓപ്പണായിട്ട് നമ്മളോട് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട്, ആണുങ്ങൾ തന്നെ സൈക്കോളജിസ്റ്റ് വേണോ എന്ന്. ഒരിക്കലും വേണ്ട. ഇഫ് ദേ ആർ കംഫർട്ടബിൾ വിത്ത് എ ഫീമെയിൽ ദേ ക്യാൻ. പക്ഷെ തിരിച്ച് ഒരു പെൺകുട്ടി ഇതേപോലത്തെ വളരെ ക്ലോസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ആൺകുട്ടിയുടെ അടുത്ത് പറയാൻ അവർക്കൊരു ചെറിയ മടിയാണ്. പക്ഷെ ആൺകുട്ടികൾക്ക് പൊതുവേ അത് ഞങ്ങളുടെ ഇവിടെ അത്രയും കണ്ടുവരാറില്ല. ദേ ആർ വെരി ഓപ്പൺ. പക്ഷെ ഈ പറഞ്ഞ പോലെ സമയമെടുക്കും. അതെ, നമ്മൾ പെൺകുട്ടികളുടെ അത്ര ഇമോഷണൽ അല്ലല്ലോ. വി ക്രൈ മോർ ആൻഡ് ദേ വിത്ത്ഹോൾഡ് ഇറ്റ്. അവരത്രയും അല്ല, പെണ്ണുങ്ങൾ കരയുന്നുണ്ട്, കരയുമ്പോൾ കുറച്ച് ഇമോഷൻ അതുവഴി പോകും എന്ന് പറയുന്നുണ്ട്. ആണുങ്ങൾ കരയുന്നില്ല, ചിലപ്പം നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അവരാണ് കുറച്ചുകൂടെ പവറായിട്ട് മെന്റലി നിൽക്കുന്നത് കണ്ടിരിക്കുന്നത്. മെന്റലി നിൽക്കുന്നത് പവറായിട്ട് അവർ നിൽക്കുന്നതല്ല, അവരങ്ങനെ അവരെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ് ഒരു പരിധി വരെ. ഇപ്പം ഇപ്പോഴല്ലേ ഇപ്പം എല്ലായിടത്തും ഇപ്പം വൈഫ്സും ഹസ്ബൻഡ്സും എല്ലാം വർക്ക് ചെയ്യുന്നത്. കുറച്ച് നാൾ മുമ്പ് വരെ അതിനെ മുഴുവൻ നോക്കിയിരുന്നത് ആ വീട്ടിലെ ആണാണ് അല്ലേ. ഇപ്പൊ ഇൻക്ലൂഡിങ് ഇപ്പം എൻ്റെ ഫാദർ ആണെങ്കിൽ തന്നെ അമ്മ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കുറെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്തിരുന്ന അച്ഛനാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം വരുമ്പം അവർക്ക് ആ ഒരു ദേ ഹാവ് ദറ്റ് ഉള്ളിൽ തന്നെ ഞാൻ ആ ഒരു ഗാർഡിയനായി നിൽക്കണം, ഞാനാണ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ള അവർക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും അവർ ഇഗ്നോർ ചെയ്യും. അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള ചിന്ത, പഴയ കാലത്തിന്റെ ചിന്തയൊക്കെ ഉള്ളത് വളരെ കുറവാണ്. നമ്മളിപ്പം എടുത്തു നോക്കുമ്പം അവരെ വിഷമിപ്പിക്കുന്നത് ഒരു പക്ഷേ അവർക്ക് അവരുടെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന ഒരു റെസ്പെക്ട് അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ, അവരെ ആരെങ്കിലും നിഗ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് അവർ വിചാരിക്കുന്ന ആ ഒരു രീതിയിലുള്ള ഒരു വോയിസ് അവർക്കില്ലെങ്കിൽ, ഇതൊക്കെയാണ് അവരെ. അല്ലെങ്കിൽ ഫിസിക്കൽ ഇൽനെസ്, ഇപ്പം വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ഇപ്പം ഡയബറ്റീസോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കാരണം അവർ വിചാരിക്കുന്ന ഒരു പോയിന്റിൽ അവരെത്തുന്നില്ല. അങ്ങനെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള അങ്ങനത്തേക്കുള്ള ആൾക്കാർക്കാണ് കൂടുതലും ഇവരിത് ഹോണ്ട് ചെയ്യുന്നത്. ലേഡീസിനെ പോലെ പഴയ കാര്യങ്ങളും ഒരുപാട് നാളത്തെ കാര്യങ്ങളും ഇരുന്നോർത്ത് അതങ്ങനെ അത്രയ്ക്കത് നമ്മൾ കണ്ടുവരുന്നത് വളരെ റെയറാണ്. ഓക്കെ, അതേപോലെ തന്നെ സ്ത്രീകളാണെങ്കിലും ഇപ്പം ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം അവരുടെ ബോഡി ചേഞ്ച് ആവും. അവർ മെൻ്റലി ഫിസിക്കലി ആണ് മാറുന്നത്. പക്ഷെ ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്ന ഒരു തരം സ്ത്രീകളുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരുണ്ട്, എൻ്റെ ബോഡി ഇങ്ങനായി ഇതിന് പഴയ രീതിയിലേക്ക് എത്തുമെന്നുള്ള ടെൻഷൻ കാരണം ഡിപ്രഷനിൽ വരുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഓൾറെഡി അറിയാം ഡെലിവറി കഴിഞ്ഞു എനിക്കിങ്ങനെ ചേഞ്ചസ് ഉണ്ടാവുമെന്ന്, പക്ഷെ അതിനെ വീണ്ടും ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്ന എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക്? അതെന്നു വെച്ചാൽ ഇപ്പോൾ ഒരു സ്ത്രീ ഇപ്പം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കുഞ്ഞുവാവയുടെ മൂവ്മെൻറ്റ് അറിയുമ്പം ഈ സമയത്തൊക്കെ ആ സ്ത്രീയെ ടേക്ക് കെയർ ചെയ്യാൻ ആ സ്ത്രീയുടെ കൂടെ നിൽക്കാൻ ഒരുപാട് പേരുണ്ട് അല്ലേ. കുഞ്ഞിൻ്റെ വരവ് കാത്ത് നിൽക്കുന്ന ഫാമിലി മുഴുവൻ സപ്പോർട്ടാണ്. ദേ ഗിവ് ഹർ കെയർ, ദേ ഗിവ് ഹർ ഗുഡ് ഫുഡ് എന്ന് പറഞ്ഞ് ഇതൊക്കെ പ്രസവത്തിന് ശേഷം അത് കൊടുക്കുന്നില്ല എന്നുള്ളതല്ല. പക്ഷെ പ്രസവത്തിന് ശേഷം ഈ മുഴുവൻ കെയറും കുഞ്ഞുവാവയിലേക്ക് തിരി. എല്ലാ വീട്ടിലും അങ്ങനെയാണെന്നല്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് 90% വീടുകളിലും കുഞ്ഞുവാവയിലേക്ക് തിരിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചെറിയ ആൾക്കാർ ഇവിടെ വന്ന്, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നൊരു കേസാണ്. ചില ആൾക്കാർ വന്നിട്ട് പറയും ഈ സ്ത്രീയോട്, നന്നായിട്ട് അങ്ങ് ആഹാരം കഴിച്ചു, നന്നായിട്ട് പാല് വരട്ടെ, നീ പാല് കൊടുക്കാനുള്ളതാണ്, നീ നിന്നെ നന്നായിട്ട് നോക്കണേ. ആർക്ക് വേണ്ടിയാ? കുഞ്ഞിന് വേണ്ടി. മനസ്സിലായോ? ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ഇത് എന്തൊരു വയറോ ഇത്. അപ്പൊ ഇവർ എന്നോട് പറഞ്ഞത് ഞാൻ വിചാരിച്ചിട്ടല്ല, എൻ്റെ ഈ ഒരു അകത്ത് ഫ്ലൂയിഡ് ഒരുപാട് കൂടുതലാണ്. അപ്പം പ്രസവം കഴിഞ്ഞിട്ടും കുറച്ച് നാൾ എടുത്തു അത് ചൊക്ക അതുപോലെ തന്നെ നിന്നു. അപ്പം അതില് ബോഡി ഷെയിം അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യരും ബോഡി ഷെയിം ചെയ്യുന്നതല്ല. വീട്ടിലെ അമ്മൂമ്മമാരും അതേപോലെ വല്യമ്മമാരും ഒക്കെ വന്നിട്ട് ഇങ്ങനെ കുഞ്ഞിന് വേണ്ടി ഓരോരോ ഉപദേശങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തില് മൈൻഡിൽ ഈ ആളുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കയറുവാണ്. അപ്പം തന്നെ താനെ എന്നെ ആർക്കും വേണ്ട,
അല്ലെങ്കിൽ ഞാൻ ഇവിടെ ലെഫ്റ്റ് ഔട്ട് ആയി എന്ന് പറയുന്നതാണ് സ്റ്റാർട്ടിങ് സ്റ്റേജ്. പിന്നീട് അങ്ങോട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ല, കുറച്ച് നാളത്തേക്കൊക്കെ ബ്രേക്ക് എടുത്ത് വരുന്ന ആൾക്കാരുണ്ട് അല്ലേ. അപ്പം അതേപോലെ മുടി കൊഴിയും, നന്നായിട്ട് വണ്ണം വെക്കും, ഇപ്പം ബ്രസ്റ്റ് സ്വോളൻ ആവും, കുറേ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ വേണ്ടത്ര പാല് ചിലപ്പം വരത്തില്ല. ചില ആൾക്കാർക്ക് രാത്രിയിലത്തെ സ്ലീപ്പ് പാറ്റേൺ കംപ്ലീറ്റ്ലി മാറും. ഒരു 56 ഡേയ്സ് കഴിയുമ്പോൾ വാവയുടെ പാറ്റേൺ അനുസരിച്ചല്ലേ നമ്മുടെ പാറ്റേൺ മാറുന്നത്. പിന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഹസ്ബൻഡ് ആണെങ്കിലും ഒരു കേസ്, ദുബായിൽ വന്നൊരു കേസ്, അത്രയും നാള് ട്വിൻസ് ആണ്, ഭയങ്കര കെയറിങ് ആയിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ ഒട്ടനെ വാവയുടെ അടുത്തേക്കാണ് പോണേ. എന്താ വാവ ഉള്ളിലുള്ളപ്പോഴെല്ലാം എന്നെയായിരുന്നു വന്ന് കെട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ വാവയെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി മാത്രമാണോ എന്നെ കെട്ടിപ്പിടിച്ചത്? ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടില്ലാത്ത തരത്തിൽ പോലും ഒന്ന് മൈൻഡ് പോയി പോവുകയാണ്. അതെ. അപ്പൊ അവിടെയാണ് ലേഡീസ് വീക്ക് ആണെന്നുള്ള സാധനം വരുന്നത്. തീർച്ചയായും. അല്ല, ഈ വീക്ക് എന്നുള്ളതിനെ ദേ ബിക്കം വെരി സെൻസിറ്റീവ്. അതാണ് കാര്യം. കുട്ടിയുടെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു ന്യൂസിൽ 9 വയസ്സുള്ള പെൺകുട്ടീനെ 16 വയസ്സുള്ളൊരു കുട്ടി റേപ്പ് ചെയ്തിരിക്കുകയാണ്. റേപ്പ് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, ഇപ്പോഴത്തെ പ്രായത്തിൽ ഞാൻ ചിന്തിക്കും, അതിന് എന്താണ് ഈ 9 വയസ്സിൽ കിട്ടുന്ന അല്ലെങ്കിൽ 16 വയസ്സിൽ കിട്ടുന്ന ഒരു ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ മുതിർന്ന ആൾക്കാർ ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല ഇവർക്ക്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചിലപ്പോൾ സഹോദരിയായിട്ടോ ഫ്രണ്ടായിട്ടോ കാണുന്ന ആളെ റേപ്പ് ചെയ്യേണ്ട ഒരു മെൻറ്റാലിറ്റിയിലേക്ക് ഈ കുട്ടികൾ മാറുന്നത് എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്, കുട്ടികൾക്ക് നമ്മൾ മൊബൈലും ടാബും എല്ലാം കൊടുക്കേണ്ട ഒരു സർട്ടൺ ഏജ് ഉണ്ട്. ഇപ്പം എൻ്റെ മോൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന 50% കുട്ടികൾക്കും സ്വന്തം ഫോണുണ്ട്. ഹീസ് ഇൻ 8th സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 13 വയസ്സ്. അപ്പം അവൻ എന്നോട് എപ്പോഴും എന്നോട് വന്ന് കംപ്ലൈൻറ്റ് പറയും, എനിക്ക് മാത്രമേ ഉള്ള അമ്മ എനിക്ക് ഫോൺ തരാത്ത, എനിക്ക് മാത്രമേ ഉള്ള അമ്മ ടാബ് തരാത്ത. ഞാൻ പറയും, മോനെ നിനക്ക് ടാബ് തരേണ്ട പ്രായമായിട്ടില്ല. എൻ്റെ ഉണ്ട് ടാബ്, എൻ്റെ ഉണ്ട് ഫോണ്. ഞാൻ സാറ്റർഡേ സൺഡേ കോമൺ ആയിട്ടുള്ള റൂമിൽ ഇവൻ കുറച്ച് നേരം ഈ ഓൺലൈൻ ഫുട്ബോളും ഇങ്ങനത്തെയൊക്കെ കളിക്കാൻ വേണ്ടി കൊടുക്കും. ബാക്കിയുള്ളവരെ പോലെ തന്നെ കാണാറുണ്ട്. ചെറിയ കുഞ്ഞിനും ഇച്ചിരി നേരം സബ്വേ സർഫർ കളിക്കാൻ ഞാൻ നോക്കും. മോണിറ്റർ ചെയ്തുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ച് തന്നെ ഞാനത് നോക്കാറുണ്ട്. പക്ഷെ ഐ മേക്ക് ഷുവർ ദേ ആർ ഓൺ എ സേഫ് ട്രാക്ക്. ഇതെന്താന്ന് വെച്ചാൽ 13 വയസ്സ് 12 വയസ്സുള്ള ഒരു കുട്ടി കാണേണ്ടതായിട്ട് ഉള്ള കണ്ടന്റ് മാത്രമേ ആ കുട്ടിയുടെ മൈൻഡിലേക്ക് ചെല്ലാവൂ. ഇതല്ലാത്ത കോണ്ടന്റ് കുട്ടിയുടെ മൈൻഡിലേക്ക് ചെല്ലുമ്പം ഓട്ടോമാറ്റിക്കലി ഇപ്പം നമ്മൾ ഒരു വിഷ്വൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓട്ടോമാറ്റിക്കലി പിന്നെ ഇവന്റെ കൈ പോണത് താഴേക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കാം, ആ ഫീലിംഗ് അവൻ പോലും അറിയാതെ അവനുള്ളിൽ അത് വരും. എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ അവിടുത്തെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ആരുടെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണമല്ലോ. ബിക്കോസ് അതാണ് അവൻ കണ്ടോണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞു മനസ്സിലേക്ക് കയറുന്നത് മുഴുവൻ ഈ ഒരു വിഷ്വലാണ്. രാത്രിയിൽ കിടക്കുമ്പോൾ അതല്ലാത്തപ്പോൾ അപ്പൊ അമ്മയുടെ അച്ഛൻ്റെ ഫോൺ ആദ്യം ഒരു ചിലപ്പോൾ ആക്സിഡന്റലായിട്ടായിരിക്കും കാണുന്നത്, പല രൂപത്തിലും ഭാവത്തിലും കാണാം. ചിലപ്പോൾ ചില ഇതിനകത്ത് ഈ യൂട്യൂബിൽ പോലും ചില എത്ര ഇതാണ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞാലും കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ ഫ്രണ്ട്സ് വഴിയോ ഒക്കെ കുട്ടി കിട്ടുമ്പോൾ, കുഞ്ഞെന്ന് തന്നെ നമ്മളിവിടെ പറയണം, 10-11 വയസ്സുള്ള കൊച്ചു കുഞ്ഞുങ്ങളാണ്. എൻ്റെ മുമ്പിൽ എത്രയോ കേസസ് ആണ് വരുന്നത്. സിനി സങ്കടം വരും ചില കാര്യത്തിലൊക്കെ എന്ന് പറയുമ്പോൾ. നമ്മൾക്ക് നമ്മുടെ ഒരു ഇതനുസരിച്ച് നമ്മൾ എംപതൈസിങ് ചെയ്യാൻ പാടില്ല, നമ്മൾ അവരെ ആ ഒരു ട്രാക്കിനുള്ളിൽ നിർത്താം എന്നൊക്കെ പറഞ്ഞാലും ഞാൻ 2 മക്കളുടെ അമ്മയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ദൈവമേ, ഇത്രയും പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ വീട്ടുകാരുടെ പോലും, അത് ചില കേസുകളിൽ സിസ്റ്റേഴ്സാണ്, ചില കേസുകളിൽ ഇവർ അമ്മമാരാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. ഇതിനകത്ത് സിസ്റ്റേഴ്സും അമ്മമാരും ആകെ അന്താളിച്ചാണ് നിൽക്കുന്നത്, എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ചില കേസുകളിൽ നമ്മൾ പോലീസിനെ ഏൽപ്പിക്കുന്ന കേസസ് വരെ ഉണ്ട്, സാഡ്ലി സ്പീക്കിംഗ്. ഇതാണ് അവസ്ഥ. അപ്പം നമ്മൾ ഇതിനെന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, ഫസ്റ്റ് തിങ്, മൊബൈല് നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. വാട്ട് ആർ ദേ വാച്ചിങ്? ടാബ് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഒരു ലിമിറ്റ് നമ്മൾ അതിന് വെക്കുക. പല ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരവരുടെ മക്കളെ അമിതമായിട്ട് അങ്ങ് വിശ്വസിക്കുന്നുണ്ട്. മനസ്സിലായോ? അവന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ അവളുടെ സൈഡിൽ നിന്ന് ഇങ്ങനൊന്നും വരില്ല, ആരുടെ സൈഡിൽ നിന്നും വരാം, മനുഷ്യരാണ്. അത് നമ്മൾ കെയർഫുൾ ആയിട്ട് ചെയ്യുക. ഈവൻ ഗ്രൂപ്പായിട്ട് തന്നെ ചേർന്നിരുന്നിട്ട് ഗ്രൂപ്പായിട്ട് ചേർന്ന് ഇതേപോലത്തെ കാര്യങ്ങൾ കാണുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എത്രയോ കേസുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. സോ യു മസ്റ്റ് ഓൾവേസ് ബി കെയർഫുൾ. ഇപ്പോഴത്തെ കാലത്ത് പേരൻസ് എല്ലാം ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ജോബുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ അവർ ഓവർ കൺസേൺഡ് ആണ്, അല്ലെങ്കിൽ ഓവർ കെയറിങ്, എങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരവസ്ഥയാണ്. എന്താ ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെ കാട്ടിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞു വരുന്നത്, ഒരുപാട് കേസുകളിൽ നമ്മളിപ്പം എത്രയോ നാൾ കാത്തിരുന്നിട്ട് കുട്ടീനെ കിട്ടുന്ന ഒരുപാട് കേസസാണ് ഇപ്പം ഒരുപാട് കണ്ടുവരുന്നില്ലേ. ഇപ്പം ട്രീറ്റ്മെൻറ്റോട് കൂടി അല്ലെങ്കിൽ ന്യൂക്ലിയർ ആയിട്ടുള്ള രീതിയിലൊക്കെ ഒരുപാട് കാത്തിരുന്നിട്ട് കുഞ്ഞിനെ കയ്യിൽ കിട്ടുമ്പോൾ ആ കുട്ടിയെ മാക്സിമം
ഏറ്റവും നന്നായിട്ട് ഏറ്റവും കെയറിങ് ആയിട്ട് തന്നെ വളർത്താനാണ്. ഒരു അച്ഛനും അമ്മയും കുഞ്ഞിനെ ബാഡായിട്ട് വളർത്തണം എന്ന് ആഗ്രഹിക്കത്തില്ല. ആ കുഞ്ഞ് ഏറ്റവും നന്നായി വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നേരത്തെ പണ്ടത്തെ കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഈ ജോയിന്റ് ഫാമിലിയൊക്കെ ആയിരിക്കുമ്പോൾ അങ്ങോട്ടും അടി ഇങ്ങോട്ട് ഇടി, കെയറിങ് ഷെയറിങ് ഇതൊക്കെ ഉണ്ടല്ലേ. ഫെയിലിയർ എന്താ, അതായത് തോൽവി എന്താണെന്ന് അറിയുന്ന ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് നമ്മുടെ ലൈഫിൽ വരും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്, ഒരുപാട് കുറവാണ്. കഴിഞ്ഞ ദിവസം മാത്സിനും 1-2 സബ്ജക്ട്സിന് 40% താഴെ വന്നു എന്ന് പറഞ്ഞു ഒരു അമ്മ കുഞ്ഞിനെ അടിച്ചു. ജസ്റ്റ് ഒരു കൊട്ടി. ഈ കൊട്ടിയതിന്റെ പേരിൽ കുഞ്ഞ് ബെഡ്റൂം അടച്ചിട്ടിട്ട് നെറ്റി പോയി ഇടിച്ചിടിച്ചിടിച്ച് സീരിയസ് ആയിട്ട് ഇടിച്ച് ഇവിടെ മുഴുവൻ കരിനീൽ ചെന്നപ്പോൾ അമ്മയ്ക്ക് പേടിയായി. അങ്ങനെ നമ്മുടെ ഇതിനകത്ത് വന്ന് നമ്മളിവിടെ പറഞ്ഞപ്പോൾ ഇതെന്നു വെച്ചാൽ ഈ കുഞ്ഞിന്റെ ലൈഫിൽ ഇന്ന് വരെ ഫെയിലിയർ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പം ഇതിലേക്കൊന്ന് വന്നു കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഞാൻ പറയുന്നത് ഇത് ജസ്റ്റ് സിമ്പിൾ കേസാണ്, ഇതുപോലത്തെ എത്രയോ കേസസ് ആണ് വരുന്നത്. സോ കുഞ്ഞുങ്ങളെ നമ്മൾ ബെസ്റ്റായിട്ട് വളർത്തണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വളർത്താനും കൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഫെയിലിയറും കൂടെ അറിഞ്ഞു വേണം വളർത്താൻ. അതെ, തീർച്ചയായിട്ടും. ഇപ്പം എൻ്റെ മോന് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നല്ല ഉഴപ്പാണ് പഠിക്കാൻ. അപ്പം ആദ്യമൊക്കെ ഞാൻ ഈ ഓപ്പൺ ഹൗസിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് സാധാരണ ആൾക്കാരെക്കാട്ടി കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കും. അപ്പം എനിക്ക് ആദ്യമൊന്നും എനിക്ക് അതിന് ഇത്രയും പിടികിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഇപ്പം ഈ എൻ്റെ ഒരു ഓട്ടോമാറ്റിക്കലി കൗൺസിലറാണ് അല്ലെങ്കിൽ ഇന്നാണ്. അപ്പം ഞാൻ എന്ന വ്യക്തിയുടെ മകനാവുമ്പം അവൻ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള സംവെയർ ഡൗൺ ദ ലൈൻ ഉണ്ട്. ഒരു തവണ ഞാൻ അവൻ്റെ ടീച്ചറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ലേബിൾ വെക്കണ്ട, അവനായിട്ട് നിന്നോട്ടെ, അവൻ ഉഴപ്പിക്കോട്ടെ, അവൻ നിങ്ങൾ പണിഷ്മെന്റ് കൊടുക്കോ എന്തെങ്കിലും ചെയ്യും, എന്നെ വിളിക്കണ്ട, അതിനൊരു കാര്യമില്ല. അത് ഇത് ഞാൻ മാത്രമല്ല, ഏത് ഫീൽഡിലുള്ള ആളാണെങ്കിലും. ഇപ്പൊ ഒരു ഡോക്ടറിന്റെ കുട്ടിയാണ്, അവൻ മെഡിസിനിൽ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ട്. എഞ്ചിനീയറിംഗിലുള്ള ആളാണ് മാത്സിൽ കറക്റ്റ് ആയിരിക്കുമല്ലോ, ഈ സൈക്കോളജി എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ അല്ല, ചിലപ്പോ എന്റെ ജീനിയായിരിക്കില്ല അവന്. അങ്ങനെ പറയാറുണ്ട്. ചേച്ചി പറഞ്ഞ പോലെ ഇപ്പൊ ജീനിന്റെ കാര്യം പറഞ്ഞു വരുമ്പോ ഇപ്പോഴത്തെ കാലത്ത് ഈ ടെസ്റ്റ് ട്യൂബ് ബേബി അല്ലെങ്കിൽ സരോഗസി പോലുള്ള കാര്യങ്ങൾ വരും. ഒരു പക്ഷെ അതിൽ പലരും പല കാരണങ്ങൾ എൻ്റെ ശരീരത്തിൻ്റെ ഷേപ്പ് പോകാൻ പാടില്ല എന്നൊക്കെ ആണ് പറഞ്ഞു വരുന്നത്. എങ്കിലും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് പേരൻസിനോട് എത്രത്തോളം അറ്റാച്ച്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് അങ്ങനെ ഇപ്പം ഈ പറയുന്ന പോലെ ഇപ്പം കുഞ്ഞിൻ്റെ ഒരു 3-4 കേസസ് എനിക്ക് ബാംഗ്ലൂർ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ അവരെ ഒന്നും ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നില്ല, അവരുടെ ആ ഒരു ഇവരുടെ ഐഡന്റിറ്റി ഞാൻ റിവീൽ ചെയ്യുന്നില്ല. പക്ഷെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടെന്നറിയോ അവർ നോക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കേസസിൽ ഞാൻ ഒരിക്കലും അതിപ്പോ സറോഗസി വഴിയാണോ അല്ലെങ്കിൽ നോർമൽ ആണോ ഒന്നുമല്ല. നമ്മൾ ആ കുഞ്ഞിന് കൊടുക്കുന്ന സ്നേഹം, നമ്മൾ ആ കുഞ്ഞിന് കൊടുക്കുന്ന കമ്പാഷൻ, നമ്മൾ എത്രമാത്രം ആ കുഞ്ഞിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നു, അവന് കൊടുക്കുന്ന ഒരു എൻവയൺമെന്റിൽ എത്രയോ അടുത്ത് എനിക്കിപ്പം എൻ്റെ അടുത്ത് അഡോപ്റ്റ് ചെയ്ത ഒരു കുഞ്ഞിൻ്റെ അമ്മ, അവർ വെളിനാട്ടിലാണ്, എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിനെ സത്യമായിട്ട് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് എന്നു വെച്ചാൽ എന്നോട് വന്നത് ഏത് പ്രായത്തിലാണ് ഞാൻ എൻ്റെ കുഞ്ഞിനോട് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാൻ സ്ഥിരമായിട്ട് ലക്ഷ്മിയുടെ വീഡിയോസ് കാണാറുണ്ട്. ഞാൻ കുഞ്ഞിനോട് ഇത് പറഞ്ഞു കൊടുക്കണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വഴിയാണോ ഇത് അറിയേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നോട് വന്നത്. അപ്പോൾ പക്ഷെ അവരുടെ ആ ഒരു ബോണ്ട് കാണുമ്പോഴല്ലോ ഞാൻ മനസ്സിലാക്കി പറയേണ്ട കാര്യമുണ്ടോ, എപ്പോഴെങ്കിലും അവൾ അറിയുന്നെങ്കിൽ അത് അറിഞ്ഞോട്ടെ എന്നുള്ള രീതിയിലാണ്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു, ഒരു സർട്ടൺ ഏജ് കഴിഞ്ഞ് ഇനി വേറെ ആരെങ്കിലും വായിന്നത് അറിയണ്ട, അവളത് മെച്ചുറായി കൺസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്ത് നിങ്ങൾക്കത് പറയണമെന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അതിന് നാച്ചുറലോ സർവീസോ ഒന്നുമില്ല. ആസ് ലോങ് ആസ് യു ബിക്കം എ കമ്പാഷനേറ്റ് മദർ, ഇതൊന്നും ഒരു ഘടകമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളിപ്പം കാരണവന്മാർ മുതിർന്ന ആളോട് പറയുന്നുണ്ട് രക്തബന്ധം എന്നുള്ളത്. പക്ഷെ ഇതും നമ്മുടെ തന്നെ രക്തമാണ്. പക്ഷെ ഈ 10 മാസത്തെ കണക്ക് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അത് ശരിക്കും അങ്ങനെ ഉണ്ടോ? സ്വന്തമായിട്ട് വന്നാലേ ഒരു അറ്റാച്ച്മെന്റ് വരും? ഒന്നുമില്ല. ഒരു 14 days മുമ്പാണ് സ്വന്തം കുഞ്ഞിനെ, അത് അമ്മയല്ല അച്ഛൻ, സ്വന്തം കുഞ്ഞിനെ മുടിയിൽ കുത്തിപ്പിടിച്ച്, പുള്ളി ഇതാ സബ്സ്റ്റൻസ് അബ്യൂസ് ആണ്, ഡ്രിങ്ക് ഒക്കെ ചെയ്ത് മുടിയിൽ കുത്തിപ്പിടിച്ചിട്ട് ഞാൻ എന്നിട്ട് അവസാനം ഈ കേസ് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ചെറിയനാട് സൈഡിലാണ് ഞാൻ പോലീസിൽ എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ്, അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞ് കേസ് എടുത്ത് കൊണ്ടുപോയി. അപ്പൊ ഇതിലെന്താണ് രക്തബന്ധം? അങ്ങനെ ഒന്നുമില്ല അല്ലേ. എന്നാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങൾ ആ കുഞ്ഞിന്റെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ആണെന്ന് നിങ്ങൾ ഹോൾ ഹാർട്ടഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു നല്ല എൻവയൺമെന്റ് ആ കുഞ്ഞിന് കൊടുക്കുക എന്നുള്ളതാണ്. സ്നേഹം കൊടുക്കുക, സ്പേസ് കൊടുക്കുക, നമ്മൾ നല്ലതായിട്ട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഏറ്റവും നല്ല മക്കളായിട്ട് അവരെ വളർത്താനുള്ള ഒരു സാഹചര്യം കൊടുക്കാം. ഇതെന്നു വെച്ചാൽ അറ്റൻഷൻ
ഡെഫിഷ്യൻസി. ഇപ്പം അത് പല ഘട്ടങ്ങളിൽ നമുക്കിത് കണ്ടുവരും. ഇതിന് ഒരുപാട് എന്താ പറയുക, അതിന് നമ്മൾ കൊടുക്കുന്ന ഒരുപാട് അസസ്മെന്റ് ഷീറ്റ്സും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് അസസ് ചെയ്തെടുക്കുന്നത്. തീരെ പൊടി മക്കളിൽ ഒരു തരത്തിലാണ്, ഇച്ചിരി കൂടെ മുതിർന്ന ആൾക്കാർ. ഇപ്പം അഡൽട്ട് ADHD എന്തായാലും ഡിഫറെന്റ് ഒരു സ്പെക്ട്രമാണ്. തീരെ കൊച്ചു കുഞ്ഞുങ്ങളുടെ വേറൊരു രീതിയാണ്. ഇപ്പം രൂപത്തിലും ഭാവത്തിലും അല്ലെങ്കിൽ നേച്ചറിലും തന്നെ ഡിഫറെന്റ് ആവുന്ന ആൾക്കാർക്ക് പോലും ഒരേ കണ്ടീഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് ചില ആൾക്കാർ ഇപ്പം എന്നു വെച്ചാൽ ചില ആൾക്കാർക്ക് ഹൈപ്പർ ആക്ടിവിറ്റിയും അറ്റൻഷനും കൂടെ ഒരുമിച്ച് അവർക്കുണ്ട്. ചില ആൾക്കാർക്ക് അറ്റൻഷൻ ഡെഫിഷ്യൻസി മാത്രമേ ഉള്ളൂ, ചില ആൾക്കാർക്ക് ഹൈപ്പർ ആക്ടിവിറ്റി മാത്രം. ഇപ്പൊ ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ, ബാക്കിൽ ഇങ്ങനെ ഒരു ആണി തറച്ച പോലാണ് ചാടി അതെ. അപ്പം അവർ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല, ഒരു ഫോക്കസില്ല. അപ്പം പല പല വീഡിയോസും ഈ റീൽസും ഒക്കെ വരുന്നത് കണ്ടുകൊണ്ട് ആൾക്കാർക്ക് ഒരു ചെറിയ സംശയമുള്ളത്, ഇങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്കെല്ലാം അറ്റൻഷന്റെ പ്രശ്നം ഉണ്ടോന്ന്. ഒരിക്കലും ഇല്ല. ഇപ്പൊ ബോഡ്ലി കിൻസ്തെറ്റിക് ഇന്റലിജൻസ്, അതായത് ഇപ്പം ചില കുഞ്ഞുങ്ങൾക്ക് ഫിസിക്കലി അവർ ഭയങ്കര ആക്റ്റീവാണ്, എന്നാൽ അവർക്ക് നല്ല കോൺസെൻട്രേഷൻ ഉണ്ട്. ഒരു കാര്യം കൊടുത്താൽ അവർ നല്ല ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് ചെയ്യും. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ അവർക്ക് വീക്ക് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഉണ്ടെന്നിരിക്കും. എല്ലാവർക്കും അറ്റൻഷൻ ഡെഫിഷ്യൻസി ആയിരിക്കണം എന്നില്ല കേട്ടോ. ഇപ്പൊ വീക്ക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, ആ സബ്ജക്റ്റിൽ നമ്മൾ നല്ലൊരു കോച്ചിങ് കൊടുത്താൽ അതിന് നന്നായി ഇമ്പ്രൂവ്മെന്റ് കാണുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കൊടുക്കുക, അതിന് ഇഷ്ടമുള്ള കാര്യത്തിന് ഇരുന്ന് ഫോക്കസ് ചെയ്ത് ചെയ്യുക. ഇങ്ങനത്തെയൊക്കെയുള്ള ഒരു കേസ് വരുമ്പോൾ അതൊരു അറ്റൻഷൻ ഡെഫിഷ്യൻസി അല്ല. പക്ഷേ എന്നാൽ വേറെ കുറെ ക്രൈറ്റീരിയ അതിനകത്തുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ഈ സെലിബ്രിറ്റീസിന്റെ കാര്യം. സെലിബ്രിറ്റീസ് എന്നല്ല, ആരെ എടുത്താലും എല്ലാവർക്കും ഒരേ കണ്ടീഷൻ ആണെന്ന് വെച്ച് ഇവരുടെ നേച്ചർ മാറിക്കൂടാ, അങ്ങനെയില്ല. ദോ ദേ ആർ ടോട്ടലി ഡിഫറെന്റ്, അവർക്ക് ഒരേ കണ്ടീഷൻ വന്നേക്കാം. ഇപ്പം ഈ പബ്ലിക്, അതായത് അറ്റൻഷൻ വേണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയെ കണക്ട് ചെയ്യുമ്പോൾ ഫഹദിനെ പോലെയുള്ള ഒരാൾക്ക് അങ്ങനെ വേണോ, അല്ലെങ്കിൽ ഇതാണോ ഈ രോഗം എന്ന് തോന്നിക്കില്ലേ? അല്ല, ഇറ്റ് ഈസ് ഓൾ വിത്ത് ദ ഫോക്കസ്. അപ്പൊ അദ്ദേഹത്തിന് ഒരുപക്ഷെ ചിലപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ലൈഫിൽ അദ്ദേഹം വിചാരിച്ച രീതിയിൽ അദ്ദേഹത്തിന് ഒരു ഫോക്കസ് കിട്ടാതെയോ, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഇതെന്നു വെച്ചാൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഞാൻ ഇതൊന്നുമല്ല സെലിബ്രിറ്റി എന്നുള്ള രീതിയിലല്ല, ആരുടെ ഒരു കാര്യം എടുത്താലും നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക, നമ്മുടെ മൈൻഡിന് കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കുക, നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിൽ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുക. മനസ്സിലായോ? അപ്പൊ മനസ്സിങ്ങനെ ചഞ്ചലപ്പെട്ട് പോവുക. ഞാൻ ജനറലി പറയാണ്. അതായത് അത് കുഞ്ഞുനാളിലുള്ള ഒരു കാര്യത്തിൽ വരുമ്പോൾ, കുട്ടികളുടെ കാര്യം വരുമ്പോൾ ഇതെന്നു വെച്ചാൽ അറ്റൻഷനും കാണില്ല, ഹൈപ്പർ ആക്ട്, അതാണ് ADHD എന്ന് പറയുന്നത്. ഹൈപ്പർ ആക്ട് എല്ലാം ഇമ്പൾസീവ് ആയിരിക്കും ഇവര്. അപ്പം ചില ആൾക്കാർക്ക് ഇപ്പം ഇവരുടേതായിട്ടുള്ള അതിന് കുറെ ക്രൈറ്റീരിയ ഉണ്ട് മോനെ. അപ്പം ആ ഒരു കാര്യം എല്ലാം മീറ്റ് ചെയ്ത് വരുമ്പം ഓട്ടോമാറ്റിക്കലി ചില കേസുകളിൽ ഇപ്പം നമ്മൾക്കിപ്പം SSRI കാറ്റഗറിയിലുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഡിസിൻസ് നമ്മൾ കൊടുക്കേണ്ടി വന്നേക്കാം. ചില ആൾക്കാർക്ക്, കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ആക്ടിവിറ്റീസിലൂടെ, ബ്രെയിൻ ആക്ടിവിറ്റീസിലൂടെ അങ്ങനെയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളുടെ ആ ഒരു നമ്മൾ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നതിൽ വരുന്ന ഒരു ചെറിയ വേരിയേഷൻ. അപ്പം അതെന്തെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഡ്രഗ് നമ്മൾ സാധാരണ സൈക്കാട്രിസ്റ്റിന് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. നമ്മളിപ്പം ഇപ്പോൾ ഒരു ടോക്ക് തെറപ്പി വഴിയൊക്കെ ഇത് മനസ്സിലാക്കുവാണ്. നമ്മളിപ്പോൾ ഇവരോട് സംസാരിച്ച് കഴിയുമ്പം ഇഫ് ഇൻ കേസ് ഇപ്പം അറ്റൻഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നൊരാൾക്ക് മനസ്സിലാക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ ചെയ്യേണ്ടത്, എനിക്കിപ്പോൾ ഇവർക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ അസസ്മെന്റ് എടുക്കാനോ പറ്റത്തില്ല. ബിക്കോസ് ഞാൻ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, അല്ലെങ്കിൽ കൗൺസിലർ. അപ്പം ഞാൻ എന്താ ചെയ്യുക, ഞാൻ എൻ്റെ ടീമിൽ തന്നെയുള്ള സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞ് അദ്ദേഹം ഒരു ക്ലിനിക്കൽ അസസ്മെന്റ് എടുത്ത് ഇവർക്ക് മരുന്ന് കൊടുക്കും. അങ്ങനെ അഡൽട്ടിൽ വരുന്ന ഒരുപാട് പേർക്ക് മെഡിസിൻസ് കൊടുത്തു വരുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഈ പറയുന്നത് പോലെ അവർക്ക് അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊണ്ട് മാറ്റാനും നമ്മൾ നോക്കാറുണ്ട്. പക്ഷെ അഡൽട്ടിലേക്കൊക്കെ വരുമ്പോൾ നേരത്തെ അറിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ us to do something. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് അവരുടെ ഒരു വേ ഓഫ് ലിവിങ്ങിന്റെ ഭാഗമാണ്. അങ്ങനെ തന്നെ ആയിപ്പോകും. ഇല്ല, ഈ ഒരു മെഡിസിൻസ് കഴിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സാരമായ മാറ്റം വരാറുണ്ട് കേട്ടോ. ചില കുട്ടികൾക്കൊക്കെ ഇപ്പൊ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന കുട്ടികൾക്ക് അതിന്റെ ഒരു തോതിനനുസരിച്ചിരിക്കും. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി ലെവൽ. അതിൽ ചില കുട്ടികൾക്ക് നമ്മൾ മെഡിസിൻസ് കൊടുത്ത് അത് വളരെ നന്നായിട്ട് നല്ല റിസൾട്ട് വന്നിട്ട് അവർക്ക് ആ ഒരു തിരിച്ച് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടും. അതാ ഞാൻ പറഞ്ഞത്, ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പം ചില പേരൻസ് ഒക്കെ നമ്മളുടെ അടുത്ത് വന്നിട്ട്, എൻ്റെ മോന് കഴിഞ്ഞ തവണ വന്ന ഒരു കുട്ടി, ഒരു അമ്മ വന്നിട്ട് പറയണം, ഞാനൊരു റീല് കണ്ടായിരുന്നു കേട്ടോ, എൻ്റെ മോൻ ADHD ആണ്, മരുന്നൊന്ന് തരാം. ഞാൻ പറഞ്ഞു ADHD ആണെന്ന് ആര് പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ. ചില സമയം ഒരുപാട് റീലിൽ തന്നെ കണക്ട് ചെയ്യുമ്പോൾ ചില റീൽസ് പോകുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ഈ അസുഖമാണ് ഞാൻ ചിന്തിച്ചു. അതേപോലെയാണ് ഇപ്പൊ ചില വാക്കുകളുണ്ട്. ഒന്ന് ADHD, ഒന്ന് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി. എനിക്ക് ഉറപ്പാണ് എൻ്റെ ഭർത്താവ് അതാണ്.
അങ്ങനൊന്നും ഇല്ല. നമ്മൾ ഈ റീൽസ് കണ്ട് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ, അതല്ല ഞാൻ ഈ ചിലതിനകത്തൊക്കെ എന്റെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു കോണ്ടന്റ് കിട്ടുമ്പോൾ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് അതൊന്ന് പ്രസന്റ് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മളൊരു തംബ്നെയിലിൽ പറയുമല്ലോ, ഇപ്പം ഇതിനെ ഇങ്ങനെ ചെയ്യുന്നവരുടെ കുറച്ച് ലക്ഷണങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ, അപ്പൊ ആ ലക്ഷണം മാത്രമല്ല, കുറച്ച് ലക്ഷണം എന്ന് പറഞ്ഞാല് അത് അവരെ അങ്ങനെ ആക്കണം എന്ന് തന്നെ ഇല്ല. അപ്പൊ പിന്നെ അങ്ങോട്ട് നമുക്ക് വരുന്ന കോൾസ് ആണ് എനിക്ക് ഉറപ്പാണ് ഇങ്ങേർക്ക് ഇതാണ്. അല്ല, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് ഇതാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യമൊക്കെ എന്റെ മനസ്സിൽ ഈ ഓവർ വൃത്തിയുള്ള ആൾക്കാർക്കാണ് OCD ഒരിക്കലല്ല അങ്ങനെയാണ് വരുന്നതെന്ന്. ഈ വൃത്തിയുള്ള ആൾക്കാർക്കെല്ലാം OCD ആവണമെന്നില്ല, ഒരിക്കലും ഇല്ല. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. വൃത്തിയുള്ള എന്നുള്ളതല്ല, ഒരേ കാര്യം തന്നെ റെപ്പറ്റീറ്റീവായിട്ട്, ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തു, അതിൽ നമ്മളെ തൃപ്തി വരാണ്ട് നമ്മൾ വീണ്ടും ചെയ്തു. എനിക്കൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം കൈയുടെ ഇവിടുത്തെ തൊലിയൊന്നുമില്ല, മുഴുവൻ പോയി. ഇപ്പൊ മെഡിസിൻസിലാണ്, നമ്മുടെ ഇവിടെ തന്നെ ഞങ്ങളുടെ സൈക്കാട്രിസ്റ്റ് തന്നെ ട്രീറ്റ് ചെയ്തോണ്ടിരിക്കാം. അപ്പൊ അത് ഞാൻ പറഞ്ഞു വരുന്നത്, സാധാരണ ഇപ്പൊ നമ്മുടെ വീടെല്ലാം അലങ്കോലമായിട്ടിരിക്കുന്നു, വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്, നമ്മളത് അടുക്കി വെക്കും, വീണ്ടും പിള്ളേരെ കുളമാക്കും, നമ്മൾ അടുക്കി വെക്കും, ഒരു പ്രശ്നവും ഇല്ല. അതിപ്പോ നമ്മൾക്കിപ്പം ചില ആൾക്കാരൊക്കെ വന്നിട്ട് എനിക്ക് നല്ല വൃത്തി കേട്ടോ, എനിക്ക് OCD അത് OCD അല്ല. OCD എന്ന് പറയുന്നതെന്ന് പറഞ്ഞാല് അത് വളരെയധികം ആ ഒരു കമ്പൾഷൻ ഭയങ്കരമായിട്ടുണ്ട്, ഒരു ഒബ്സസീവ്നെസ് ഭയങ്കരമായിട്ടുണ്ട്. വേറെ യു കീപ്പ് ഓൺ റിപ്പീറ്റിംഗ്. ഇപ്പൊ നമ്മൾ ഒന്ന് കഥ കടച്ചു, വീണ്ടും അത് പോയി അടയ്ക്കും, അടച്ചൊന്ന് നോക്കും, വീണ്ടും. അപ്പം ഒരേ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് ഈ OCDയിൽ തന്നെ താഴെ വരുന്ന കുറെ ട്രേറ്റുകളുണ്ട്. ഇതെല്ലാം കൂടെ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാവരും വൃത്തിയാവുന്ന എല്ലാവർക്കും OCD ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അതുപോലെ തന്നെ ഇപ്പം ചേച്ചി എല്ലാത്തിനും എക്സാമ്പിൾ എൻ്റെ മോൻ എന്ന് പറയുന്നുണ്ട്. കുറച്ച് കുടുംബകാര്യത്തിലേക്കും കൂടെ പോയാൽ ഒരു മീൻസ് ഇങ്ങനെ മറ്റുള്ളവരെ കേൾക്കുന്ന ഒരാളുടെ അടുത്ത് വീട്ടിലെ കാര്യം ചോദിച്ചില്ലേ മോശമല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട്? 2 മക്കളുണ്ട്, എന്താ പറയാ, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു, കുട്ടികള്? ഹസ്ബൻഡ് ഒരു മ്യൂസീഷ്യനാണ്, മക്കള് 13 വയസ്സ് 8 വയസ്സ്. ഞാനും ഹസ്ബൻഡും മക്കളുമാണ്. നേരത്തെ ഹസ്ബൻഡ് അമ്മ നമ്മുടെ കൂടെ ആയിരുന്നു, അപ്പൊ അമ്മയ്ക്ക് ആരോഗ്യച്ചിരി ഇതായിട്ട് സിസ്റ്ററിന്റെ കൂടാണ്. പിന്നെ എന്റെ അച്ഛനമ്മ അവരുടെ വീട്ടിലാണ്. അങ്ങനെയൊക്കെ സുഖമായി പോണു. എങ്ങനെ മാനേജ് ചെയ്യുന്നു? ടൈമും കുട്ടികളെ നോക്കണം, ജോലി നോക്കണം, ആൾക്കാർ ഇങ്ങനെ കേൾക്കണം, ഇതിനൊക്കെ സമയം എവിടുന്ന് കണ്ടെത്തുന്നു? രാവിലെ തൊട്ട് വൈകിട്ട് വരെ. സത്യം പറഞ്ഞാൽ അതിൽ എന്റെ അഡ്മിൻ ഒരു കുട്ടിയുണ്ട്, 2 പേരുണ്ട്. അത് അവരൊക്കെ ഒരു ഹാറ്റ്സ് ഓഫ് ആണ്. കാരണം ഞാൻ സാധാരണ ചെയ്യണത് എന്താ വെച്ചാൽ, രാവിലെ ഇവർ പോയി കഴിഞ്ഞ് ഇവരിപ്പോൾ 8 മണിക്കാണ് അവരുടെ സ്കൂളിൽ പോകുന്നതെങ്കിൽ 8 to 4:30 ആണ് എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ സെഷൻസ് ഞാൻ എടുക്കുന്നത്. 4:30 to 6:30 ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കളി സമയത്തും അതിനെ ഞാൻ അങ്ങ് ഫ്ലൈറ്റ് മോഡിലാക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ USA കോൾസ്, UK ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇവരുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു 8 o'clock കഴിഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത്. ചേച്ചി ഒരു ചേച്ചി വീട്ടിൽ സഹായിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും ഒരു സപ്പോർട്ടോട് കൂടി വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പം ഹസ്ബൻഡും മ്യൂസീഷ്യനാണ്, ചേച്ചി മെഡിക്കലാണ്. മെഡിക്കൽ എന്ന് തന്നെ പറയാലോ. എങ്ങനെ സിങ്ക് ആവുന്നു? അല്ല, മെഡിക്കൽ ആണെങ്കിലും ഞാനും ചെറുതായിട്ട് മ്യൂസിക്കിലുണ്ട്. ഞങ്ങൾ 2 പേരും കൂടെ കപ്പിൾ സോങ്സ് ഒക്കെ ചെറുതായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ടോട്ടലി ഞാൻ അതിലല്ല, അതെന്റെ ഒരു പാഷനാണ്. അദ്ദേഹത്തിന്റെ അതൊരു പ്രൊഫഷനാണ് എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡ് ആയിരുന്നു. അതിന്ന് ആ ഒരു വേണ്ട, കല്യാണം കഴിഞ്ഞ ആ ടൈം വരെയൊക്കെ അതായിരുന്നു. അത് കഴിഞ്ഞ് അതെനിക്ക് ഫിറ്റ് ആയില്ല എന്ന് പറഞ്ഞ് അത് മാറി കംപ്ലീറ്റ്ലി പിന്നെ മ്യൂസിക്കിലോട്ട് അദ്ദേഹം വന്നതാണ്. ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. കാര്യം നമ്മൾ എന്താണെങ്കിലും നമ്മൾ അവിടെ ഒരു പാഷനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യം. അങ്ങനെ നിൽക്കണം. ഞാനും കുഞ്ഞു പാടും, പക്ഷെ നമ്മളൊക്കെ അതിലൊരു പാഷനാണ്, അദ്ദേഹം അതിന്റെ ഒരു പ്രൊഫഷനാണ് എന്ന് മാത്രമേ ഉള്ളൂ. പാഷനും പ്രൊഫഷനുമാണ്. ചേച്ചിയുടെ നാട് എവിടെയാ ശരിക്കും പറഞ്ഞു? ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം തിരുവനന്തപുരത്താണ്. പിന്നെ ഇപ്പം കല്യാണം കഴിച്ചേക്കണത് ചെങ്ങന്നൂരാ. അപ്പോ ഇപ്പൊ ചെങ്ങന്നൂരാ. എങ്ങനെയാണ് ഈ മ്യൂസീഷ്യനെ കണ്ടെത്തിയത്? മ്യൂസീഷ്യനെ കണ്ടെത്തിയത് എൻ്റെ സിസ്റ്ററിന്റെ ഒരു മാരേജിൽ ആള് വന്ന, ജസ്റ്റ് ചുമ്മാ കാണാൻ വന്നാണ്. അപ്പൊ അത് കഴിഞ്ഞ അമ്മാവൻ ഇങ്ങനെ ഞാൻ പാടും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അങ്ങനെ എന്നെ ഒരു വോയിസ് ടെസ്റ്റിന് പുള്ളി വിളിപ്പിച്ചു. ഞങ്ങള് ഈ പറഞ്ഞതുപോലെ പുള്ളി അത്യാവശ്യം യോഗ, മെഡിറ്റേഷൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു പുള്ളി സ്പിരിച്വൽ ലൈനാണ്. അപ്പം കുറെ നേരം ഓരോരോ കാര്യങ്ങൾ, നല്ല ബുക്സിനെ പറ്റിയും പാട്ടിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഏതോ ഒരു സമയത്ത് ആ ട്രാക്ക് അങ്ങ് മാറി ഇതിലോട്ടങ്ങ് പോയതാണ്. പിന്നെ വളരെ യങ് ഏജിലാണ്, ഒരു 20 വയസ്സ് കഴിഞ്ഞപ്പോഴേ, 20-21 ആയപ്പോഴേ കല്യാണം കഴിച്ചു. അപ്പം ഈ കല്യാണം കഴിഞ്ഞ ടൈമിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എൻ്റെ ഫ്രണ്ട്സിനും. നമ്മളൊരിക്കലും കല്യാണത്തിന്റെ ആ ഒരു ടൈമിൽ എന്നെ സംബന്ധിച്ചിടത്തോളം
ആരും തന്നെ അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് അങ്ങ് കാര്യമായിട്ടുള്ളൊരു ഫാമിലി പ്ലാനിങ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എസ്പെഷ്യലി ഇഫ് ഇറ്റ്സ് ലവ് മാരേജ്, നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ അദ്ദേഹത്തെ കല്യാണം കഴിക്കണം, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തോട്ടുള്ളൂ എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഇതില്ലല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ അതിനെ ഒരുപാട് സീരിയസ് ആയി കണ്ടതും തമ്മിൽ പരസ്പരം മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതും കുഞ്ഞുങ്ങൾ വന്നതിന് ശേഷമാണ്. അതിനുശേഷമാണ് ഡിസിഷൻസ് ഒരുമിച്ചെടുക്കാൻ. എൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു മക്കൾ വന്നതിന് ശേഷം. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ലല്ലോ. ഒന്ന് കല്യാണം എന്ന മാരേജ് എന്ന കൺസെപ്റ്റിനോട് താല്പര്യമില്ല, ലിവിങ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അതല്ല, കല്യാണം കഴിഞ്ഞാലും ഇപ്പോഴും 8-9 വർഷമായിട്ടുള്ള ആൾക്കാർക്ക് കുട്ടികളില്ല. എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട്, അവർക്ക് കുട്ടികൾ വേണ്ട എന്നുള്ളതാണ്. അതെന്തുകൊണ്ടായിരിക്കും ആളുകൾ ഇപ്പം അങ്ങനെ ഒരു രീതി എടുക്കുന്നത്? ഞാനിപ്പം എൻ്റെ മക്കളുടെ ഇതിൽ വന്ന് ഞാൻ വളരെയധികം ഹാപ്പി ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ച് വേണം ആ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറായിട്ട് വന്നതാണ്. ഇപ്പം അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് സിബി. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുമാവ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതിന് ആ ഒരു ആംബിയൻസ് കൊടുത്ത് നമ്മുടെ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്ത് നമ്മൾ അതിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ആ കുഞ്ഞിനെ വളർത്തണം എന്നുള്ളത് അതിൻ്റെ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണത്. അല്ല, ഇറ്റ്സ് ആക്ച്വലി ദ പേഴ്സണൽ ചോയ്സ്. നോ, ഇപ്പം കുഞ്ഞായി കഴിയുമ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് തന്നെ അപ്പം അച്ചു നന്ദുവിൻ്റെയും കാര്യത്തിൽ ഞങ്ങൾ ഇത്രയും ആദ്യത്തെ കുഞ്ഞ് കഴിഞ്ഞ് കുറച്ചൊരു ഗ്യാപ്പ് വേണം എന്നൊക്കെ വെച്ചിരുന്നപ്പോഴാണ് അവനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞ് എനിക്ക് വേണം. അപ്പോൾ പിന്നെ അങ്ങനെ പ്ലാൻ ചെയ്ത് വളരെ തീരെ ആക്സിഡൻ്റലായിട്ട് രണ്ടാളും വന്നത്. പക്ഷെ ദെൻ വി ഫെൽറ്റ് വെരി ഹാപ്പി. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞിനെ നമ്മൾ വേണം എന്ന് വെച്ച് തന്നെ ആയില്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് നമ്മൾ കാണിക്കേണ്ട കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ അല്ലേ. നമ്മൾ ആ നല്ലൊരു എൻവയൺമെൻറ്റ് കൊടുക്കണം, കുഞ്ഞിനായിട്ട് സ്പേസ് മാറ്റി വെക്കണം. അപ്പം അതിന് തയ്യാറല്ലെങ്കിൽ ഒരിക്കലും അത് അവരുടെ തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ അവരുടെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡിൽ കണ്ട കുറേ കാര്യങ്ങളായിരിക്കാം. എൻ്റെ അടുത്ത് ഒരു കേസിൽ 20 years ആയിട്ടും USA-ലുള്ളൊരു കപ്പിളാണ്, അവർക്ക് മക്കൾ വേണ്ട. അപ്പം ചോദിച്ചു വന്നപ്പം വി ആർ ഹാപ്പി. നമ്മൾ രണ്ടുപേരും നമ്മുടെ ലൈഫിലും നമ്മുടെ കരിയറിലും നമ്മളതിൽ ഹാപ്പിയാണ്. അതെന്താണെന്ന് വെച്ചാൽ ആ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്ക് എടുക്കാൻ തയ്യാറല്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അവർക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല. ദേ മെഡിക്കലി ഫിറ്റ്, ദേ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. ഇറ്റ്സ് ഓൾ എ പേഴ്സണൽ ചോയ്സ്. പക്ഷേ അതൊരു നല്ല കാര്യം ഞാൻ പറഞ്ഞിട്ട് നമ്മൾ തീരെ താല്പര്യമില്ലാണ്ട് അത് ഇങ്ങനെ ആയിപ്പോയി കഴിഞ്ഞ് പിന്നെ ആ കുഞ്ഞിനെ എത്രയോ കേസുകളിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് എൻ്റെ ഒരു 90 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്ത് കൊടുത്തിട്ട് രണ്ടുപേരും പോയിട്ട് പിന്നീട് കുഞ്ഞിന് ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസ് വരുന്ന എത്രയോ കേസുകൾ കാണുന്നു. അപ്പോൾ അതിനെക്കാട്ടി നല്ലതാണ് നമ്മൾ വേണം അല്ലെങ്കിൽ വേണ്ടെന്ന് തീരുമാനിച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്നിട്ട് കുഞ്ഞിനെ വിട്ടിട്ട് പോയി പിന്നെ തിരിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന ഒരുപാട് കേസസ് ഉണ്ട്. പക്ഷെ അതൊന്നും അല്ലാതെ കരിയർ മാത്രം നോക്കി പോകുന്ന ആൾക്കാരുമുണ്ട്. അപ്പം വാവ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് റെസ്പോൺസിബിലിറ്റി ഇല്ല, അറ്റ്ലീസ്റ്റ് ടിൽ ദേ ബിക്കം ഓൾഡ് അല്ലേ. അതെ. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ചില ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഓവർ എക്സൈറ്റഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി സങ്കടം വരുമ്പോൾ ഒത്തിരി ദേഷ്യം വരുമ്പോൾ ഒക്കെ ചില കാര്യങ്ങൾ പുറത്തേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു നിമിഷം സ്റ്റക്കായി പോകുമ്പം ആ സ്റ്റക്കായതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നമുക്ക് സൗണ്ട് പുറത്തേക്ക് വരാതെ സ്റ്റക്കായി പോകുന്ന അവസ്ഥ എന്തുകൊണ്ടാണ്? ഇല്ല, ഇത് സ്റ്റക്കായി പോകുന്നത് എന്നാന്ന് വെച്ചാൽ സിമി, ഇപ്പം ചില ആൾക്കാർക്ക് അത് സ്റ്റക്കായി പോകുന്ന രീതി ഇതെല്ലാം ഒരു സ്ട്രെസ്സിൻ്റെ ഭാഗമാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം കറക്റ്റായിട്ട് നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ഇപ്പം ഇതിലിപ്പോൾ ഒരു കുട്ടി നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കൈ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാൻ വരുന്നതിന് മുമ്പ് കൈ ഇങ്ങനെ തണുത്ത് വിറച്ച് അതിനപ്പം എപ്പോഴും അതിനൊരു കർച്ചീഫ് വേണം, അല്ലെങ്കിൽ ഒരു പേര്, എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ വേണം. അതിനെ ഇങ്ങനെ മുറുക്ക പിടിക്കും, അത് ഫുൾ നനഞ്ഞ് കൊതുന്നാണ് വരുന്നത്. അപ്പം ഇത് എന്താന്ന് വെച്ചാൽ ഇതിപ്പോൾ കൂളായിട്ടിരിക്കും വന്നിരിക്കട്ടെ. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഞാനൊന്ന് സംസാരിക്കും ഉണ്ടെന്നിരിക്കട്ടെ, ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ വരുമോ, വരുന്ന കാര്യങ്ങൾ തിരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ വരുന്ന കാര്യങ്ങൾ സ്റ്റക്ക് ആവുന്നു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വരുവാണോ പതുക്കെ കൂളായി ഇച്ചിരി വെള്ളം കുടിച്ച് ഒന്ന്, അതായത് ആ പെട്ടെന്ന് നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് പറയാൻ വരുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ സ്ട്രെസ് മൂലം പറയാൻ വരും, പറഞ്ഞു തീർക്കണമല്ലോ എന്ന് പറയുന്ന വരുമ്പോഴാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. സോ വെൻ യു ഗിവ് യുവർ മൈൻഡ്, നമ്മൾ തന്നെ നമ്മളത് കൂളാക്കുമ്പോൾ അഡ്രിനാലിൻ റഷ് വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ വോയിസ് വിറയ്ക്കുക, സ്റ്റക്ക് ആവുക, അതേപോലെ കൈയും കാലും വിറയ്ക്കുക, ഇതൊക്കെ വരുന്നത് പെട്ടെന്നുള്ള ചില ആൾക്കാരെ കണ്ടിട്ടില്ല. ഈ അത്രയും നേരം ഒരു പ്രശ്നവും പക്ഷെ സ്റ്റേജ് കയറി സംസാരിക്കാൻ പറയുമ്പോഴത്തേക്ക് പോയി തീർന്നു, പറയാൻ വരുന്നതെല്ലാം ഫ്ലഷ് ഔട്ട് ആയി പോകും. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർക്ക് സാധാരണ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യു ഡു സം ഫിസിക്കൽ ആക്ടിവിറ്റി, എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത് ഡീപ്പായിട്ട് ബ്രീത് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കൊടുക്കണം. ഈ സ്റ്റേജിലൊക്കെ കയറുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവര് സാധാരണ ഒരുപാട് പേര്, ഇപ്പൊ സോണുനിഗം ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് ഈ സ്റ്റേജിൽ കയറിയിട്ട് ഇവർ ആദ്യം ചിയറപ്പ് ചെയ്യും. ദേ ഡോണ്ട് സിംഗ് ഇനീഷ്യലി, ദേ ചിയർ ദ ക്രൗഡ്.
ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ആക്ച്വലി അവർ അവരുടെ തന്നെ ബോഡിയെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. ദേ ആർ മേക്കിംഗ് ദയർ ബോഡി കൂൾ. അതെ, മനസ്സിലായോ? അപ്പം ഇത് തന്നെയാണ് ഇപ്പൊ സിമി ചോദിച്ചതിന്റെ അർത്ഥം. നമ്മളിപ്പോ പെട്ടെന്ന് ഇപ്പൊ സിമി ഇപ്പൊ എൻ്റെ അടുത്ത് ഇന്റർവ്യൂവിന് വരുന്നു, സിമി കുറെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, പക്ഷെ പെട്ടെന്ന് സിമി കയറി എന്നോടൊന്ന് വന്ന് സംസാരിക്കാൻ പോകുമ്പോഴത്തേക്ക് സിമിയുടെ പറയാൻ വരുന്ന എല്ലാം അങ്ങ് വിട്ടുപോകും. പകരം എന്നോടൊന്ന് കൂളായി, എല്ലാം ഓക്കെ അല്ലേ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബോഡി ഒന്ന് പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ട് അതിലേക്ക് ആ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഒരുപാട് ഈ ഒരു തോത് കുറയും. ടേക്കിംഗ് ഡീപ് ബ്രെത്ത്സ് അത് വളരെ നന്നായിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ പറഞ്ഞ കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ജാം സെഷൻസ് കൊടുക്കും ഈ സമ്മർ ക്യാമ്പിലൊക്കെ. അപ്പൊ അതിനു മുമ്പ് കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ ചാടിപ്പിക്കും, ഈ ജമ്പിങ് ജാക്സ് പോലൊക്കെ ചെയ്യും. അവരതൊക്കെ കഴിഞ്ഞ് അവരൊന്ന് തളർന്ന് അവരിങ്ങനെ ശ്വാസം വിട്ട് കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുമ്പോൾ ദേ ഫീൽ വെരി മച്ച് റിലീഫ്. ഇത് എല്ലാവരുടെ കാര്യത്തിലും നല്ലതാണ് കേട്ടോ. പെട്ടെന്നുള്ള ആ ഒരു ഫിയർ വരുന്ന ആൾക്കാർക്ക് ദിസ് ഡെഫിനറ്റ്ലി വർക്ക്സ്. അതുപോലെ തന്നെ ഞാൻ അടുത്തിടയ്ക്കൊരു സിനിമ കണ്ടതാണ്. ആ സിനിമയിൽ കാമുകനോ കാമുകിയല്ല, ചേട്ടൻ്റെയും അനിയൻ്റെയും മക്കൾ, ഇവർ തമ്മിൽ പ്രണയമുണ്ടാവുന്നു, ഇവർ തമ്മിൽ സെക്സ് ചെയ്യുന്നു എന്നുള്ളത്. നമ്മുടെ സ്വന്തം ബ്ലഡിലുള്ള ആൾക്കാരോട് ഇങ്ങനെ ഒരു ഫീലിങ്സ് വരാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതെന്നു വെച്ചാൽ അതിപ്പോൾ ഈ ഒരു മൂവിയിൽ കാണിച്ചത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇപ്പോഴത്തെ ഈ ഒരു വന്ന കാലത്ത് നമ്മുടെ കേസുകൾ, ഒരുപാട് കേസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പം മകൻ അമ്മ, ഞാൻ പറയുന്നത് ഒരിക്കലും ഇങ്ങോട്ടല്ല, തിരിച്ച് കുഞ്ഞിന് അങ്ങോട്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ വരാനുള്ളതിൻ്റെ ഒരുപാട് സാധ്യതകൾ കൂടുതൽ നേരത്തെ കാലത്തും ഇതുണ്ടായിരുന്നു. ഇതെന്നു വെച്ചാൽ ഈ പറഞ്ഞ ഈ പ്രായത്തിന് അതീതമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഈ കുട്ടി പോകും. ഇതിനകത്ത് ഒരാളായിരിക്കാം. ഒന്നുകിൽ ഇവൻ എന്തെങ്കിലും തരത്തിലുള്ള ആ ഒരു ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, ഏജിന് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രഷർ ഇതിനു മുമ്പ് കിട്ടിയേക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലത്തെ ഫോൺ വഴിയോ അല്ലെങ്കിൽ ബുക്സ് വഴിയോ എന്തെങ്കിലും ഒരു കാര്യം വഴി എന്തോ ഇതിനുള്ള ഒരു എക്സ്പോഷർ ആൾക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിൽ മാത്രമേ തിരിച്ച് ആ ഒരു ട്രാക്കിലേക്ക് അവനോ അല്ലെങ്കിൽ അവൾക്കോ പോകാൻ പറ്റുള്ളൂ. ഇപ്പം 13 years ഉള്ള ഒരു കുട്ടി ഓൾമോസ്റ്റ് 3 or 4 റിലേഷൻഷിപ്പ്, 13 years, ഇമാജിൻ, ജസ്റ്റ് 9th standard 9th standard 3 or 4 റിലേഷൻഷിപ്പ്, അതെനിക്ക് ഇവിടെ പുറത്ത് പറയാൻ പറ്റത്തില്ല, അതുപോലെ ഉള്ള ഒരു കേസ് നമുക്ക് വന്നിരുന്നു. അപ്പം എടുത്തെടുത്ത് ഹിസ്റ്ററി എടുത്തെടുത്ത് വരുമ്പോൾ ഫസ്റ്റ് ടൈം ഈ കുട്ടിയെ ഈ ഒരു ട്രാക്കിലേക്ക് കൊണ്ടെത്തിച്ചത് സ്വന്തം ബ്രദർ. വൈ? ബിക്കോസ് വെൻ ഷി വാസ് സ്ലീപ്പിംഗ്, ഈ പറഞ്ഞതുപോലെ ത്രൂ സ്മോൾ ടച്ചസ് ആൻഡ് ഓൾ, ആ ഒരു രീതിയിൽ പതിയെ ഒരു കാര്യത്തിലേക്ക്, അന്ന് ഇതെന്താന്ന് പോലും അറിയാത്ത, അത് ഒരു റേപ്പ് എന്നുള്ള രീതിയിലല്ല, ഞാൻ പറഞ്ഞ മനസ്സിലായോ? അത് ആ ഒരു പ്ലഷറോട് കൂടി കുട്ടിക്ക് അത് പതിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. ചെറിയ വീഡിയോസ് കാണിച്ചു കൊടുത്തു. ഇവർ ഒരുമിച്ചിരുന്ന് കാണാൻ തുടങ്ങി. പിന്നെ ഇതൊരു ക്രേവിംഗ് ആയിട്ട് മാറി. അപ്പം ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു, നമുക്ക് എന്താ എന്ന് വെച്ചാൽ നമുക്കത് ഇത് കണ്ടിരിക്കാൻ പറ്റാത്ത ഒരു ഇതിലേക്ക് മനസ്സിലായത്, കൺസീവ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. ഈ ദൈവം ഈ വന്ന കാലത്ത് ഇങ്ങനെയൊക്കെയാണോ ഇത് പോകുന്നത്? ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എന്റെ മനസ്സിൽ ഇതായിരുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കോ? ഒരുപാട് കേസുകൾ വരുന്നുണ്ട് സിമി. പക്ഷെ അതെന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക് പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുകയും കുഞ്ഞുങ്ങൾക്ക് അത് സ്കൂളുകളിൽ ഇപ്പോൾ ഒരുപാട് ക്യാമ്പയിൻസ് നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഡ്രഗിനുള്ള നമ്മൾ ഈ ക്യാമ്പയിനുകൾ നടത്തുന്നു എന്ന് പറയുന്നത് പോലെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഓവറായിട്ടുള്ള കുട്ടികൾക്ക് ഫ്രീഡം നമ്മൾ കൊടുക്കാതിരിക്കുക, ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാൻ. കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് ചെയ്യും. ഉറപ്പായിട്ടും ഇക്കാര്യത്തിലേക്കൊക്കെ ക്രേവിംഗ് വരുന്ന ഒരു ഏജ് ഉണ്ട്. ആ ഏജിൽ വരട്ടെ. എന്തിനാണ് നമ്മൾ ഇതിനു മുമ്പേ ഈ ഒരു കാര്യത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കണ്ടല്ല. പിന്നെ ഈ പറയുന്നത് പോലെ 100% എല്ലാവരും ഓക്കെ ആണെന്ന് നമ്മൾ വിശ്വസിക്കാതിരിക്കുക. അത് സ്വന്തം അച്ഛനാണെങ്കിലും ബ്രദർ ആണെങ്കിലും അപ്പൂപ്പനാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും വേണം. അത് പെൺകുട്ടിയുടെ അടുത്താണെങ്കിലും ആൺകുട്ടിയുടെ അടുത്താണെങ്കിലും. ആൺകുട്ടികളിൽ ഒരുപാട് കേസസ് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പേടിക്കണം എന്നല്ല, ജസ്റ്റ് ബി അവെയർ, അത്രേ ഉള്ളൂ. ഇതൊക്കെ കേട്ടുവരുമ്പം ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും. ഒരിക്കലും അല്ല, നമ്മള് ആരെ വിശ്വസിക്കാതിരിക്കണ്ട, പക്ഷെ ജസ്റ്റ് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക. എന്തെങ്കിലും ഒരു ട്രാക്ക് മാറി കുട്ടി പോവുകയാണ് എന്ന് ആദ്യമേ നമുക്ക് തോന്നുവാണ്, നമുക്കറിയാമല്ലോ, ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ അറിയാമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മൾ അതിന് വേണ്ട സ്റ്റെപ്സ് എടുക്കുക, വേണ്ട കൗൺസിലിങ്ങോ എന്നാന്ന് വെച്ചാൽ കൊടുക്കുക. കാര്യം പിന്നീട് അതങ്ങോട്ട് അവരുടെ ലൈഫിനെ മുഴുവനെ അത് ബാധിക്കും, സാരമായി ബാധിക്കും. കാര്യം ഒരു ഹെൽത്തി ഒരു മാരീഡ് ലൈഫ്, ഹെൽത്തി സെക്ഷൽ ലൈഫിലേക്ക് പിന്നെ അവർക്ക് പോകാൻ പാടാണ്. അതിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരും. ഒരിക്കലും അവർക്ക് അതിനകത്ത് ഒരു എൻജോയ്മെന്റ് കാണാൻ പറ്റില്ല പിന്നീട് അങ്ങോട്ട്. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ യു ടേക്ക് പ്രിവെന്റീവ് മെഷേഴ്സ്. അത് നോക്കിയും കണ്ടും ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം കുറേ നമ്മൾ സംസാരിച്ചു. എനിക്ക് ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയി. എപ്പോഴും 30 വയസ്സിന് ശേഷം സ്ത്രീകളുടെ മെൻ്റൽ ഫിസിക്കൽ സ്റ്റേജിനെ പറ്റി എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്, എപ്പോഴും കാണുന്നുണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ എപ്പോഴും വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് 30-ന് ശേഷം സ്ത്രീകളുടെ മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത്. ഇതിന് മാത്രം ചർച്ച ചെയ്യേണ്ടതാണോ ഈ ഒരു മെൻ്റൽ സ്റ്റേജ്? അല്ല, ഇത് എന്നാന്ന് വെച്ചാൽ ഈ 30 years എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ
30 years കഴിഞ്ഞിട്ടുള്ള മെന്റൽ ഹെൽത്ത് എന്നല്ല, ആൺകുട്ടികൾക്കും ഇത് ബാധകമാണ്. അതെ, അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, ആണുങ്ങൾക്ക് ഇതൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ ഇതെന്താ വെച്ചാൽ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇമോഷണലി ഭയങ്കര വൾണറബിൾ ആണ്. മനസ്സിലായോ? കുറേ അധികം റെസ്പോൺസിബിലിറ്റീസ് തലയിൽ കയറി വരുമ്പോൾ ഇവരുടെ ഒരു സെൽഫ് എസ്റ്റീം, സെൽഫ് വേർത്തിനൊക്കെ ഇവർ തന്നെ അങ്ങ് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ഈ ലോകത്ത് ഞാൻ മാത്രം എന്താ, ഇതിനു വേണ്ടി പ്രശ്നങ്ങളായി. പിന്നെ അമിതമായിട്ടുള്ള കുറേ ചിന്തകളൊക്കെ തലയിൽ കയറി നമ്മൾ തന്നെ അതിനെ അങ്ങ് കാട് കയറി ചിന്തിപ്പിച്ചൊരു പരുവാക്കി വെക്കും. അപ്പൊ ഇതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കാര്യങ്ങളെ ലൈറ്റായി കാണാനും പ്രസന്റ് മൊമെന്റ് നിൽക്കാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു പ്രധാന പ്രശ്നം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രശ്നം, നമ്മൾ ഒരുപാട് കയറി ഇന്ന് ഒരു കാര്യത്തിൽ ഇപ്പം സിമിയോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. സിമിയെ ചോദിക്കുമ്പോൾ സിമി ഓട്ടോമാറ്റിക്കലി പോകുന്ന അന്നത്തെ കാര്യം തൊട്ടുള്ള എല്ലായിരിക്കും. ഓവർ തിങ്കിങ് ഇസ് വൺ മേജർ പ്രോബ്ലം വിച്ച് വി ഓൾ ഹാവ്. എന്റെയും. അതെ. അപ്പോൾ ആ കാര്യത്തിൽ നമ്മളൊരു ഇതാക്കിയാൽ പ്രസന്റ് മൊമെന്റിൽ നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ, പ്രത്യേകിച്ചും ലേഡീസ് ശ്രമിച്ചാൽ, ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷണൽ വെന്റിങ് ഓഫ് ഇല്ല, നമ്മുടെ ദേഷ്യം വരുമ്പോഴെല്ലാം ഇക്കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് നമ്മുടെ പാരൻസിനോടും മക്കളോടും ഹസ്ബൻഡിനോടും കൂടെയാണ്. അപ്പം സമാധാനം സത്യത്തിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാക്കുന്നതും സ്ത്രീയാണ്, സമാധാനം ഇല്ലാതാക്കുന്നതും നമ്മൾ തന്നെയാണ്. സ്ത്രീകളുടെ ഇപ്പം 30-ന് ശേഷം എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു കുഞ്ഞു കുട്ടിക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ 30-ന് ശേഷമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 30 ശേഷം ആകുമ്പോൾ, 30 വയസ്സാകുമ്പോൾ നമ്മൾ കുറേയൊക്കെ പഠിക്കും, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് പഠിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വളരെ ചെറുതിലേ അല്ലേ ഒരു മെന്റൽ ഹെൽത്തിനെ പറ്റി സംസാരിച്ചു തുടങ്ങേണ്ടത്? അല്ല, മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിപ്പെൻസ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞാൽ വളരെയധികം ഇമോഷണലി സ്റ്റേബിളായ നല്ലൊരു എൻവയൺമെന്റിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമ്മുടെ ഇപ്പം മക്കളാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അവർക്ക് ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർ വളരുവാണെങ്കിൽ ഇവരുടെ അടുത്ത് മെന്റൽ ഹെൽത്തിനെ പറ്റി പറയുമ്പോൾ ഇവർ അത്ര വലിയ കാര്യമാക്കില്ല. നേരെ മറിച്ച് ഇമോഷണലി ഒരുപാട് ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ആണെങ്കിൽ ഇവരുടെ കാര്യങ്ങളെല്ലാം ആരോടെങ്കിലും ഒന്ന് തുറന്നു, ഇപ്പം ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ, സെക്ഷുവൽ, മെന്റൽ ആയിട്ടുള്ള അബ്യൂസ് ഒക്കെ തളർന്നു വന്ന് ബ്രോക്കൺ ഫാമിലീസിന്റെ വിക്ടിംസ് ആയിട്ട് ഇതുപോലത്തെ കുറേ കാര്യങ്ങളിലൂടെ കടന്നു വന്ന ഒരു കുട്ടിയാണെങ്കിൽ, ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസ് ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ, ഇവർക്ക് ഈ മെന്റൽ ഹെൽത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും ഇവരെ ആ ട്രാക്കിൽ കൊണ്ടുവന്ന് ഇവരത് ഉൾക്കൊള്ളും. ഇപ്പൊ നല്ലോണം പൈസ ഉള്ള ഒരാളുടെ അടുത്ത് പൈസയുടെ ബുദ്ധിമുട്ടിനെ പറ്റി പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. എന്ന് പറയുന്നത് പോലെ ഒരു കൺവീനിയന്റ് ആയ നല്ല സൗകര്യത്തോട് കൂടി നിൽക്കുന്ന, അല്ലെങ്കിൽ മെന്റലി നല്ല സ്റ്റേബിളായി നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ പറയുന്നതിനെക്കാട്ടിലും ഇതിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് ഒന്നും കൂടെ അതിനെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും, ഇതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോസ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് അയ്യോ ഇത് ഞാനല്ലേ അല്ലെങ്കിൽ ഇത് എൻ്റെ അല്ലേ എന്ന് തോന്നുന്നതിൻ്റെ ഒരു കാരണവും അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കണം. അപ്പം മെന്റൽ ഹെൽത്ത് അവയർനെസ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ അത് ഡിപ്പെൻസ് ഓൺ ദി സിറ്റുവേഷൻ, ഓരോ കുട്ടിയുടെയും ഒരു സാഹചര്യത്തിനെ ആശ്രയിച്ചിരിക്കുന്നു തോന്നുന്നു. കുറച്ച് നേരമായി, സമയം പോകുന്ന അറിയുന്നില്ല. എന്നിരുന്നാലും നമുക്ക് വീണ്ടും കാണാം.